യു എല്ലാവർക്കും എല്ലാവർക്കും ALS നടത്തുന്ന വളരെ മനോഹരമായിട്ടുള്ള CRE പരീക്ഷകളെ കുറിച്ചുള്ള ഇന്ത്യയിൽ നടക്കുന്ന CRE പരീക്ഷകളെ കുറിച്ചുള്ള MLTക്കാർക്ക് എഴുതാവുന്ന ഈ പരീക്ഷയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഈ സെമിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ALSനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു സെമിനാർ കൂടിയാണ്. കാരണം കഴിഞ്ഞ CRE പരീക്ഷകളിൽ പരീക്ഷ എഴുതി ധാരാളം കുട്ടികൾ ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിലുള്ള സ്ഥാപനങ്ങളിൽ എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ധാരാളം കുട്ടികൾ ALSന്റെ സ്റ്റുഡൻസ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അവരിൽ 1-2 പേരൊക്കെ നിങ്ങൾ അവിടുന്ന് സംസാരിക്കാനും വരുമെന്ന് ഞാൻ കേട്ടു. അതും അതിലേറെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഓർക്കുന്നത് 2007 ഞാനിങ്ങനെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി അവിടെ MLT കുട്ടികളെ പഠിപ്പിച്ച ശേഷം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. വളരെ നന്നായിട്ട് പഠിക്കുന്ന ആ കുട്ടീനോട് ഞാൻ ആ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി മറ്റൊരു സ്കൂളിലേക്ക് MLT അധ്യാപകനായിട്ട് ട്രാൻസ്ഫർ ആയി മറ്റൊരു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടീനോട് ഞാൻ പറഞ്ഞു, നീ പഠിത്തമൊന്നും നിർത്തരുത് മോളെ, അറ്റ്ലീസ്റ്റ് ഒരു BSc MLT എങ്കിലും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ആ പഠനമൊന്നും നിർത്തിയിട്ടുമില്ല, ഉപരിപഠനത്തിന് പോവുകയും ചെയ്തു. അത്ഭുതകരമായിക്കൊണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ആ കുഞ്ഞെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാനിപ്പോ ഡൽഹിയിൽ എയിംസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ തന്നെ ചെറുതായിട്ടൊന്ന് അത്ഭുതപ്പെട്ടു. കാരണം അന്നൊക്കെ 2007, 2009, 2010, 2011 എയിംസിലൊക്കെ ന്യൂഡൽഹിയിലെ എയിംസിലൊക്കെ എത്തിച്ചേരുക എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമായിരുന്നു പലർക്കും. എനിക്ക് പോലും അറിയില്ലായിരുന്നു സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അങ്ങോട്ടുള്ള എൻട്രി എന്നുള്ളത് 2011 കാലഘട്ടങ്ങളിലൊന്നും. ആകെ നമുക്കറിയാം എംപ്ലോയ്മെന്റ് ന്യൂസ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഇറക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ, വേക്കൻസി നോട്ടിഫിക്കേഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വല്ലപ്പോഴൊക്കെ വായിച്ചാൽ കിട്ടി, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ മോള് ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ കുട്ടി ഇപ്പോഴും എയിംസിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, സാർ ഇങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ സെൻട്രൽ പരീക്ഷകളൊക്കെ എഴുതാനും PSC പരീക്ഷകൾ എഴുതാനൊക്കെ താല്പര്യപ്പെട്ടത്. ആ സമയത്ത് തന്നെ ഞങ്ങളൊക്കെ കോഴ്സ് പഠിച്ചിറങ്ങിയ ഉടനടി തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥി സുഹൃത്തുക്കളും പിന്നെ കുറെ എല്ലാവരും കൂടെ ചേർന്നൊരു പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, റാങ്ക് ഫയൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ റാങ്ക് ഫയലിന്റെ എവിടെ കിട്ടാന്ന് ചോദിച്ചിട്ടാണ് ഇടക്കാലത്ത് ഈ കുട്ടി എന്നെ വിളിച്ചത് BSc MLT പഠിക്കുന്ന സമയത്ത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി, ഇതൊക്കെ വെച്ച് ഒക്കെ പഠിച്ച് ജോലിയൊക്കെ കിട്ടി. ഡൽഹിയിൽ നിന്നാണ് ഒരിക്കൽ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നത്, ഞാനിവിടെ ഉണ്ട്, ഇപ്പൊ ഞാൻ എന്റെ സാറിന്റെ പുസ്തകം കുറെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ പരീക്ഷയൊക്കെ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കോണ്ടാക്ട് ഒന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോ അന്ന് അങ്ങനെ എത്തിപ്പെട്ടത് അപൂർവങ്ങളായിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ ഇന്ന് കാലൊക്കെ മാറി, നമുക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. എന്നാലും ഇപ്പോഴും MSc MLT കഴിഞ്ഞ് കേരളത്തിലെ പല പാരാമെഡിക്കൽ കോളേജുകളിലും MLT കോളേജിലും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും ഇങ്ങനെ പരീക്ഷയെക്കുറിച്ച് ധാരണ ഇല്ലാത്ത ഒരു രംഗമുണ്ട്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കുറച്ച് PSC പരീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളത് വഴി കാണിക്കാനാണ് ഇന്ന് നമ്മൾ ഈ സെമിനാർ വെച്ചിട്ടുള്ളത്. നമ്മൾ കേരള PSC പരീക്ഷകൾ മാത്രം എഴുതിയാൽ പോരാ. അപ്പൊ നമ്മളൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഇത് നടത്തുന്ന ഞങ്ങൾ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഷാജി സാറിനോ അല്ലെങ്കിൽ ആരിഫ് സാറിനോ ഞങ്ങൾക്ക് വലിയ ധാരണ ഈ വിഷയത്തിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാന് PSC പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ട്, ഷാജി സാറും ആരിഫ് സാറൊക്കെ PSC പരീക്ഷ പാസ്സായിട്ടുണ്ട്, നമ്മള് ഖത്തറിലെ പരീക്ഷ എഴുതിയിട്ടുണ്ട്, UAE പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ പാസ്സായിട്ടുണ്ടെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെന്റ് പരീക്ഷ ഇതുവരെ എഴുതിയിട്ടുമില്ല. ഓക്കെ, ഇപ്പൊ ആരിഫ് സാറൊക്കെയാണ് മറ്റു ചില പരീക്ഷകളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി നമ്മുടെ കൂടെയുള്ള എല്ലാ കുട്ടികൾക്കും, ALSന്റെ എല്ലാ സ്റ്റുഡൻസിനും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലികളിലേക്ക് എങ്ങനെ എത്തിച്ചേരുക എന്നുള്ളത് ഗൈഡ് ചെയ്യാനുള്ള ഒരു സെമിനാറാണിത്. എന്നാ സെമിനാർ നയിക്കുന്നതോ അത്തരം ഒരു പരീക്ഷയിൽ ഇന്ത്യയിൽ നിങ്ങൾ ആലോചിക്കണം, അത്തരം ഒരു പരീക്ഷ നടത്തിയിട്ട് ഇന്ത്യയിൽ റാങ്ക് നമ്പർ 1 കിട്ടിയിട്ടുള്ള നമ്മുടെ അധ്യാപകൻ കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള അൻസാർ സാറാണെന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഗാംഭീര്യങ്ങൾ നോക്കുക, ഏറ്റവും മികച്ച ആളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കൂടാതെ കഴിഞ്ഞ നമ്മുടെ DME ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ്, അവള് DME റാങ്ക് ലിസ്റ്റിൽ വന്നു, കേരളത്തിലെ ഏതെങ്കിലും മെഡിക്കൽ കോളേജ് ജോലി കിട്ടുന്ന ഉറപ്പായി. എന്നിട്ട് അത് സ്വീകരിക്കാതെ
ഇപ്പോൾ കാശ്മീരിലെ ഒരു എയിംസിലാണ് ജോലി ചെയ്യുന്നത്. ആ മോളും ഇന്ന് നിങ്ങളോട് സംസാരിക്കും ഒരു 5 മിനിറ്റ് എങ്ങനെയായിരുന്നു അവളുടെ പ്രിപ്പറേഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ഇതെല്ലാം കൂടിയ ഒരു രസക്കൂട്ടങ്ങ് വരുമ്പോൾ ശരിക്കും CRE പരീക്ഷ കേരള PSC പരീക്ഷയെക്കാളും എളുപ്പമാണെന്നും അതിന് ശരിയായ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച രീതിയിൽ വിജയം കൊയ്യാൻ കഴിയുമെന്നും ഇന്നത്തെ സെമിനാറോട് കൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇപ്പൊ ഈ സെമിനാറിൽ ധാരാളം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ സുഹൃത്തുക്കൾക്കും ALSന്റെ പേരിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനും ഈ സ്ഥാപനത്തിന്റെ ഈ ALS എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മുഖ്യ രക്ഷാധികാരിയും കൂടിയായിട്ടുള്ള ചന്ദ്ര സാറ് കൂടെയുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഇത് അവതരിപ്പിക്കാൻ വേണ്ടി എത്തിച്ചിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്ത് അധ്യാപകൻ ALS ഫാക്കൽറ്റി കൂടിയായിട്ടുള്ള അൻസാർ സാറിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിനൊക്കെ അപ്പുറത്ത് ഇത്രയും സമയമെടുത്ത് സ്നേഹത്തോടുകൂടി താല്പര്യത്തോടുകൂടി ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുള്ള കേരളത്തിലെ MLT കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സെഷന്റെ പല ഭാഗങ്ങളിലായിട്ട് ALS എന്താണ് CREക്ക് ചെയ്യാൻ പോകുന്നത്, ആദ്യം നിങ്ങൾക്ക് ഉണ്ടാവുക എങ്ങനെയാണ് CRE പരീക്ഷ, എന്താണ് CRE പരീക്ഷ, എങ്ങനെയാണ് അതിനെ പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ALS ഇതിനെ നിങ്ങൾ എങ്ങനെ സഹായിക്കുക, ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും മാക്സിമം സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിനെ ഏറ്റവും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ആരിഫ് സാർ വിശദീകരിക്കും. ALSനെ കുറിച്ച് ഷാജി സാറ് പറയും. ചന്ദ്ര സാറിന്റെ ഒരു നിങ്ങൾക്കൊരു ആശീർവാദം ഉണ്ടാവും. നമ്മളെ കഴിഞ്ഞ DME പരീക്ഷകളൊക്കെ ഉണ്ടായി CRE ക്ലിയർ ചെയ്ത 1-2 പേര് ചിലപ്പോൾ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ വരും. അവസാനം വരെ ഇരിക്കുക, ALSന്റെ കൂടെ യാത്ര ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ഭാവി സുരക്ഷിതമാക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓവർ ടു യു ഷാജി സാർ. ഷാജി സാർ കണ്ടിന്യൂ ചെയ്തോളൂ, ഞാൻ ഡ്യൂട്ടീന്റെ ഇടയിലാണ്. ഓക്കെ, താങ്ക് യു. കേൾക്കാവുന്ന പറയുന്നത്? ഞാൻ ചന്ദ്രൻ സാറിനെ ഒന്ന് വിളിക്കുകയാണ് ചെറിയൊരു ആശംസ പറയാൻ. അതിനുശേഷം നമുക്ക് ക്ലാസ് എടുക്കാം. അൻസാർ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ALSന്റെ നെക്സ്റ്റ് മെത്തഡോളജി നമ്മൾ എന്താണ് എങ്ങനെയാണ് ഈ CRE എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ക്ലാസ്സിന് ശേഷം പറയുന്നതായിരിക്കും. ചന്ദ്ര സാർ കേൾക്കാമോ സാറിന്? കേൾക്കാം. സാറിൻ്റെ ഒരു ആശംസ. ഓക്കെ. ഒന്നുമില്ല, ALSനെ പറ്റി ഇനി പ്രത്യേകിച്ചൊരു ആമുഖത്തിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർക്കും ALSനെ പറ്റി നന്നായിട്ട് അറിയാം. ALSന്റെ പ്രവർത്തനത്തെ പറ്റി എല്ലാവരും ബോധ്യമുള്ള ആൾക്കാരാണ്. ഇപ്പം ഈ നമ്മളുടെ ഈ CRE എക്സാമിനേഷനെ പറ്റിയിട്ട് അൻസാർ ഇപ്പം ക്ലാസ് എടുക്കും. അപ്പോൾ ഇത് വന്നിപ്പോൾ 49 ആളോളം വന്നിട്ടുണ്ട്. കുറച്ചാൾക്കാരോട് കയറുമെന്ന് വിചാരിക്കാം. അപ്പോൾ എല്ലാവർക്കും അൻസാർ സാറിന്റെ ക്ലാസ് കഴിയുമ്പോഴേക്കും എന്താണ് ഈ എക്സാമിന് എങ്ങനെയാണ് ഒരുങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ പരീക്ഷകളൊക്കെ എങ്ങനെ എഴുതുക എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു വ്യക്തമായ ധാരണ അത് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്നുള്ളത് എനിക്കറിയാം. ഏതായാലും നമുക്ക് പ്രധാനം ഇപ്പോൾ അൻസാർ സാറിന്റെ ക്ലാസ് തന്നെയാണ്. ആ ക്ലാസ് കേൾക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക, കരുക്കൾ നീക്കുക, പരീക്ഷ എല്ലാവരും എഴുതിയിട്ട് അതിൻ്റെ ഉന്നതമായുള്ള റാങ്കുകളിലേക്ക് എത്തിപ്പെടുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം എല്ലാവർക്കും സഫലീകരിക്കാനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരും ഞാൻ ഇത് പരമാവധി ഉപയോഗപ്പെടുത്താനാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം അൻസാറിനും നല്ല രീതിയിൽ ഈ ക്ലാസ്സുകളൊക്കെ അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അൻസാർ സാർ തുടങ്ങാമല്ലോ നമുക്ക്. മൈക്ക് ഓഫാണ്. സ്ലൈഡ് കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, സോ ഗുഡ് ഈവനിങ് എവരി വൺ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ടീം ALS ഇങ്ങനെ ഒരു സെഷൻ ഒരു സ്പീക്കറായിട്ട് വിളിച്ചതിന് വളരെയധികം സന്തോഷം. അതോടൊപ്പം തന്നെ എൻ്റെ അധ്യാപകൻ കൂടിയായിട്ടുള്ള ചന്ദ്രൻ സാർ ഇവിടെ ഉണ്ട്. മറ്റുള്ള ALSലെ മുഴുവൻ ഡയറക്ടേഴ്സ് ലത്തീഫ് സാർ, ആരിഫ് സാർ, ഷാജി സാർ എല്ലാവരും ഇവിടെ ഉണ്ട്. വളരെയധികം സന്തോഷം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് മൈ. ഞാൻ പലർക്കും അറിയുന്നുണ്ടോ, ജസ്റ്റ് ഒന്ന് പറയാം. എൻ്റെ പേര് അൻസാർ. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഡൽഹിയിലെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് വർക്ക് ചെയ്യുന്നത്. സോ പ്രീവിയസ് CREകൾ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലുപരി ഫസ്റ്റ് ഓഫ് ഓൾ
നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ, എസ്പെഷ്യലി ഇൻ ദ സൗത്ത് ഇന്ത്യ, സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് കുറച്ച് അധികം അവയർനെസ് കുറവാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. കാരണം ഞാൻ ഡൽഹിയിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങള് ഫസ്റ്റ് CREയില് ഫസ്റ്റ് 100 റാങ്കിനകത്ത് ആകെ 5 മലയാളികളായിരുന്നു വന്നിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏകദേശം 14,000-ഓളം ആളുകൾ MLT എന്ന് പറയുന്ന വിഭാഗത്തിൽ മാത്രം എഴുതുന്ന പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് ആകെ 5 പേര് മാത്രമാണ് ഫസ്റ്റ് 100-നകത്ത് വന്നത് എന്നുള്ളത് വളരെയധികം സങ്കടപ്പെടുത്തുന്ന കാര്യമായിരുന്നു. പക്ഷെ അത്രത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പോലും നമ്മൾ പലരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു കാരണം നമ്മൾ ജോയിൻ ചെയ്ത സമയത്താണ് പലർക്കും ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് അതിനുശേഷമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആളുകൾ കുറവാകുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് മലയാളികളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയാ, നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള CREകളൊക്കെ വരുന്ന സമയത്തേക്ക് ALS പോലെയുള്ള ഒരുപാട് സെന്ററുകളൊക്കെ ഇങ്ങനെ കോഴ്സുകളും മറ്റുള്ള ഓറിയന്റേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ അതിനുശേഷം വന്ന CREയില് കേരളത്തിൽ നിന്ന് ഫസ്റ്റ് 100-നകത്ത് 25-30ഓളം പേര് കേരളത്തിൽ നിന്ന് മാത്രം വന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അതിൽ ALS വലിയൊരു ഒരു താങ്ങ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. കാരണം അതിനു മുമ്പ് തൊട്ട് മുമ്പ് വരെ 5 പേര് വന്നത്, അത് 30 കേരളത്തിലെ, അതായത് ഇന്ത്യയിൽ, ഓൾ ഇന്ത്യയില് 100-നകത്ത് കേരളക്കാർ വളരെയധികം വന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ജിപ്മറൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ സമയത്ത് വന്നായിരുന്നു ജിപ്മറിൽ 10-20 വേക്കൻസിയിൽ ഏകദേശം പകുതിയിനടുത്തോളം മലയാളികളായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് മലയാളികൾ അതിനുശേഷം വന്നു. അപ്പൊ ഇനി വരുന്ന CREയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന ഈ CRE 5-ലും ഒരുപാട് മലയാളികൾ ഇന്ത്യയുടെ പല റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എത്തിപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. സോ നമുക്ക് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് നിങ്ങളുടെ ഡൗട്ട്സുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഇൻ ബിറ്റ്വീൻ ആകുമ്പോൾ അതിന്റെ ഒരു ഫ്ലോയുടെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So these all are the major contents I would like to discuss here. What is CRE and why is it is important, and career opportunities through CRE, and the salary structure, benefits, career growth, eligibility and qualification requirements, examination pattern and syllabus, common mistakes made by aspirants, effective preparation strategies, time management, and Q&A sessions. These all are the major important contents of this session. So first of all, what is CRE? CRE എന്ന് പറയുന്നത് കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ആണ്. മുമ്പ് കാലങ്ങളിൽ എയിംസ് ഡൽഹി ആണെന്നുണ്ടെങ്കിൽ എയിംസ് ഡൽഹിയിലേക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സാം ആയിരുന്നു. എയിംസ് മംഗളഗിരി ആണെന്നുണ്ടെങ്കിൽ മംഗളഗിരിയിലേക്ക് മാത്രം സെപ്പറേറ്റ് എക്സാം ആയിരിക്കും. അങ്ങനെ ഓരോരോ എയിംസുകളിലേക്ക്, ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് സെപ്പറേറ്റ് എക്സാമുകളായിരുന്നു. അപ്പോൾ ഓരോ സമയത്തും നമ്മൾ ആ ഒരു സമയത്ത് തന്നെ ഏകദേശം 1,500-1,000 റുപ്പീസ് ഒക്കെ എക്സാം ഫീ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ചെറിയ വേക്കൻസികളിലേക്ക് നമ്മൾ ഓരോരോ സെപ്പറേറ്റ് എക്സാം പല സമയത്തായിരിക്കും വിളിക്കുക. അപ്പോൾ ഓരോരോ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ എഴുതണമായിരുന്നു. അങ്ങനെയായിരുന്നു ഓരോന്ന് വിളിച്ചിരുന്നത്. പക്ഷെ അതിനെല്ലാം കൂടെ കോമൺ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ അണ്ടറിൽ വന്നിട്ട് ഈ CRE നടത്തുന്നത് എയിംസ് ന്യൂഡൽഹിയാണ് CREയുടെ മെയിൻ അതോറിറ്റി എന്ന് പറയുന്നത്. ബട്ട് എനിവേ ദിസ് ഓൾ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓൾ എന്ന് പറയുന്നില്ല, ബട്ട് മെജോറിറ്റി ഓഫ് ദ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും ഇതിന് അണ്ടറിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ആണ്. നിങ്ങൾ ഒരു ഒറ്റ എക്സാം എഴുതിയാൽ മതി. അതാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ സിംഗിൾ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് മാറാൻ സാധിക്കും. ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടും. മാത്രമല്ല ഡിഫറെന്റ് പോസ്റ്റുകളിലേക്ക് പോലും നിങ്ങൾക്ക് അതിന്റെ റിക്രൂട്ട്മെന്റ് കിട്ടും എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇപ്പോൾ കറന്റ് ഇത് ഓരോ വർഷം കൂടുമ്പോഴും CREയുടെ ഫസ്റ്റ് CREയിൽ ആകെ 3 എയിംസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് അങ്ങോട്ടേക്ക് വന്നപ്പോൾ ജിപ്മർ ഇൻക്ലൂഡ് ആയി. അങ്ങനെ അത് ഓരോ വർഷം കൂടുമ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ലാസ്റ്റ് വന്നതിലാണ് സഫ്ദർജംഗ്, RML, അങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പുതുതായിട്ട് വന്നതാണ്. സോ അതുപോലെ ഇനി ഭാവിയിൽ വേണമെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായുള്ള ശ്രീചിത്രയും വന്നേക്കാം, ഇൻ ഫ്യൂച്ചർ വന്നേക്കാം. ഓക്കെ, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം അത് അവരുടെ MOU ബേസിസിലാണ് ഇതിന്റെ പാർട്ടിസിപ്പേഷൻസ് വരുന്നത്. സോ മേ ബി അങ്ങനെ എല്ലാം വന്നേക്കാം. ഓക്കെ, ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ മെജോറിറ്റി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. സൗത്ത് ഇന്ത്യയിൽ വരുന്ന സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. കേരളത്തിൽ വളരെ കുറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളേ ഉള്ളൂ. ശ്രീചിത്ര പോലെയുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമേ കേരളത്തിൽ വരുന്നുള്ളൂ. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിത്തിൻ കേരള കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്.
മുമ്പ് ESIC കേരള ഒക്കെ വന്നിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ESIC സെപ്പറേറ്റ് എക്സാം ആയിരിക്കും വിളിക്കുക. ESIC മിക്കവാറും CREയിൽ നിന്ന് ഔട്ട് ആവാനുള്ള ചാൻസസ് ആണ് കൂടുതലുള്ളത്. കാരണം അത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം അതിന്റെ എലിജിബിലിറ്റി ക്വാളിഫിക്കേഷനിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പലരും അത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് സെപ്പറേറ്റ് എക്സാം ആയിട്ട് വിളിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം അത് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സോ ആൻഡ് ദെൻ വൺ എക്സാം മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ ഇതില് ഇപ്പൊ CRE 5 എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഓരോ വർഷവും 2 തവണയായിട്ടാണ് വിളിക്കാറുള്ളത്. ഒരു 6-7 മാസം കൂടുമ്പോഴാണ് ഓരോ CRE വിളിക്കാറുള്ളത്. അതൊരു സ്റ്റാൻഡേർഡ് ഇന്റർവെൽ അല്ല. അത് മേ ബി അത് ഡിപ്പെൻസ് അപ്പോൺ ദ വാക്കൻസീസ് അത് ചേഞ്ച് ചെയ്യും. സോ അപ് ടു ദിസ് വൺ CRE 5 വരെ ഏകദേശം ഒരു 6-7 മാസങ്ങൾ കൂടുമ്പോഴാണ് ഓരോ CRE വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ വർഷം കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അടുത്ത 7ാമത്തെ മാസം അല്ലെങ്കിൽ 8ാമത്തെ മാസം നെക്സ്റ്റ് CRE വന്നേക്കാം. സോ അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ കറന്റ് വന്നിരിക്കുന്നത് CRE 5 ആണ്. 5ാമത്തെ CRE ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ 17ാമത്തെ അതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും ഒക്കെ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് വായിച്ചിട്ടുണ്ടാവും. ഏതൊരു എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴും അതിന്റെ അഡ്വർടൈസ്മെന്റ് നല്ല രീതിയിൽ നിങ്ങൾ വായിക്കണം. സമയം എടുത്തിട്ട്, ചിലപ്പോൾ ഒരുപാട് പേജുകൾ ഉണ്ടാവും. മുഴുവൻ പേജുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. സമയം ഇല്ലെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയിട്ട് അത് മുഴുവനായിട്ട് വായിക്കണം. കാരണം അതിൽ ഒരുപാട് ക്ലോസുകൾ പറയുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ ദിസ് കേസ് ഓഫ് CRE. കാരണം അത് നിങ്ങളുടെ ഫർദർ അപ്പോയിന്റ്മെന്റിനൊക്കെ അത് ബാധിക്കും. സോ അതുകൊണ്ട് നല്ല രീതിയിൽ വ്യക്തമായിട്ട് അത് വായിക്കണം. ഓക്കെ, സോ അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജൂലൈ 3 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ലാസ്റ്റ് ടൈമിലേക്ക് വെക്കരുത്. സാധാരണ രീതിയിൽ അത് ഹാങ് ആവാറുണ്ട്, സൈറ്റ് സെർവർ ഇഷ്യൂ വരാറുണ്ട്. ചില ദിവസങ്ങളിൽ 1 ദിവസം 2 ദിവസമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. സോ അതൊന്നും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ നേരത്തെ തന്നെ ജൂൺ ലാസ്റ്റ് ആകുമ്പോഴേക്കും എല്ലാ സർട്ടിഫിക്കറ്റ്സുകളെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, 3000 rupees ആണ് എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ മറ്റൊരു ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുക. അതായത് മൾട്ടിപ്പിൾ ഡെബിറ്റ് കാർഡ്സുകൾ യൂസ് ചെയ്ത് നോക്കുക. കാരണം ചെറിയൊരു പേയ്മെന്റ് ഇഷ്യൂസ് പലർക്കും കാണാറുണ്ട്. ആൻഡ് ദെൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇവൺ ഇറ്റ് ഈസ് ഇൻ ദ PSC, കേരള PSC അല്ലെങ്കിൽ മറ്റുള്ള ഏത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ അവിടെ കോൺട്രാക്ട് ആണെങ്കിൽ പോലും, അത് ശ്രദ്ധിക്കുക, കോൺട്രാക്ട് ആണെങ്കിലും സർവീസിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും NOC സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, NOC എന്ന് പറയുന്നത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളൊരു എക്സാം എഴുതുന്നുണ്ട്, അത് കിട്ടിപ്പോയി കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല എന്ന് നിങ്ങളുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫൈ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അത് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അത് കിട്ടാൻ വൈകും. അതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങൾക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരും. ഓക്കെ, 8ാം തീയതി വരെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് അല്ലെങ്കിൽ നാളെ തന്നെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. ആൻഡ് ഓൾസോ OBC റിസർവേഷനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ NCL, നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് പലർക്കും ഉണ്ടാവുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള വാലിഡിറ്റി ആണ് നോക്കുക. അങ്ങനെയല്ല ഒരിക്കലും. ദിസ് ഫിനാൻഷ്യൽ ഇയറിലുള്ള NCL വേണം. അതായത് 2026 ഏപ്രിലിന് ശേഷം അപ്ലൈ ചെയ്തിരിക്കുന്ന NCL വേണം. ഓക്കെ, 2026 ഏപ്രിൽ 30 ശേഷം, ഏപ്രിൽ 1 ആണോ 30 ആണോ എന്നുള്ള അറിയില്ല, ബട്ട് എനിവേ 2026 ഏപ്രിലിന് ശേഷം ജൂൺ 30 വരെയുള്ള ഡേറ്റിലുള്ള അപ്ലൈ ചെയ്തിരിക്കുന്ന NCL ആയിരിക്കണം. ഓക്കെ, നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് അതായിരിക്കണം. നിലവിൽ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും കാര്യമില്ല. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിന്നുള്ള സബ്മിറ്റ് ചെയ്തിരിക്കുന്ന നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതും താലൂക്ക് ഓഫീസിൽ നിന്നായിരിക്കണം സർട്ടിഫൈ ചെയ്തിരിക്കേണ്ടത്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് പർപ്പസ് എന്നുള്ളതിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതിനൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അത് അപ്ലോഡ് ചെയ്യണം. ആൻഡ് ദെൻ അഡ്മിറ്റ് കാർഡ്. സാധാരണ രീതിയിൽ നമ്മളുടെ എക്സാം സിറ്റി എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ ആലുവയാണ് സെന്റർ വരാറുള്ളത്. ഇത്രയും കാലം അവിടെയായിരുന്നു വന്നിരുന്നത്. മേ ബി അത് ആളുകളുടെ എന്താ പറയുക, കാൻഡിഡേറ്റ്സിന്റെ എണ്ണമൊക്കെ അനുസരിച്ചിട്ട് അത് ചിലപ്പോൾ മൾട്ടിപ്പിൾ സെന്റേഴ്സുകൾ വന്നേക്കാം. ബട്ട് എനിവേ ആലുവയാണ് സാധാരണ സെന്ററുകൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയത് കേരളത്തിൽ സെന്റർ ഉണ്ടാവും. ആൻഡ് ദെൻ അതിന്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് 25 to 27 ആണ്. ഇതിലുള്ള ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റ് ആയിരിക്കും. 2 ഷിഫ്റ്റ് ആയിട്ട് എക്സാം ഉണ്ടായിരിക്കും. സോ ദിസ് ഈസ് ഓൺലി എ ടെൻറ്റേറ്റീവ് ഡേറ്റ്. സോ മേ ബി ഇത് അങ്ങോട്ടേക്ക് വേരി ചെയ്തേക്കാം. സാധാരണ രീതിയിൽ ഡേറ്റ്സുകളൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. സോ ദിസ് ഈസ് ഓൺലി എ ടെൻറ്റേറ്റീവ് ഡേറ്റ്. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഒരു 3 ദിവസം മുമ്പ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള എക്സാമിനേഷൻ സെന്റർ എവിടെയാണെന്നുള്ളത് കിട്ടുള്ളൂ. ഓക്കെ, ഏകദേശം സിറ്റി നിങ്ങൾക്ക് ഒരാഴ്ച മുമ്പ് തന്നെ കിട്ടും. എറണാകുളമാണോ അല്ലെങ്കിൽ കേരളമാണോ, അതായത് എറണാകുളമാണോ അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഒരാഴ്ച മുമ്പേ കിട്ടും. അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ ടിക്കറ്റ്സുകളൊക്കെ ബുക്ക് ചെയ്യുക. ആൻഡ് ദെൻ എക്സാമിന്റെ 3 ദിവസം മുമ്പ് 4 ദിവസം മുമ്പ് മാത്രമേ അഡ്മിറ്റ് കാർഡ് കിട്ടുള്ളൂ. അത് ഇതിന്റെ ഒരു കാര്യമാണ്. ഓക്കെ, കാരണം പുറമേ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറെ പേര് പുറത്തുനിന്നൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ടിക്കറ്റ്സുകളൊക്കെ ബുക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഈ ഒരു ഡേറ്റ്സുകൾ നോക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സാമുകൾ പോലെയല്ല, വളരെ കുറഞ്ഞ ഡേറ്റേ ഉള്ളൂ. അപ്ലൈ ചെയ്യാൻ 15 ദിവസം അപ്ലൈ ചെയ്തു വിത്തിൻ 1 month കൊണ്ട് തന്നെ എക്സാം വരുന്നു. സോ ദിസ് ഈസ് വെരി ഷോർട്ട് ടേം
സ്പാന് മാത്രമേ ഈ ഒരു എക്സാമിന് വരുന്നുള്ളൂ. സോ ദിസ് ഇസ് എ ഗുഡ് അഡ്വാൻറ്റേജ് ഫോർ യു. കാരണം മറ്റുള്ള എക്സാമുകൾ പോലെ നോട്ടിഫിക്കേഷൻ വന്ന് 1 വർഷം 2 വർഷം വന്നിട്ടല്ല വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് സ്പീഡി പ്രിപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ MLT ആസ്പിറൻസ്. ഇതൊരു MLT ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. നമുക്ക് ഒരു എയിംസ് പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. പലരുടെയും ഒരു ഡ്രീം ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡ്രീം ചെയ്യുന്നതിന് കാര്യമുണ്ട്. കാരണം നമ്മളുടെ പല ടെക്നോളജീസുകളും ആദ്യം വരുന്നത് എയിംസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ്. ഓക്കെ, ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത്. സോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗുഡ് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നോളജ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് നമുക്ക് അതുവഴി ഉണ്ടാക്കാൻ പറ്റും. സോ ദറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ഗുഡ് ഓപ്ഷൻ. സോ എയിംസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. എയിംസിലെ ജിപ്മറിലൊക്കെ ഒരുപാട് നല്ല അഡ്വാൻസ്ഡ് ടെക്നോളജീസുകൾ ഉണ്ട്. സോ ഏതൊരു സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദെൻ റിക്രൂട്ട്മെന്റ് ഇൻ പ്രീമിയർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം പല മറ്റുള്ള എബ്രോഡ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള പല പ്രൈവറ്റ് സെക്ടറിലാവുമ്പോൾ നമുക്ക് കിട്ടാത്ത ഒന്നാണ് ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ് യു ക്യാൻ ഏൺ ജോബ് സെക്യൂരിറ്റി. ബട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം 2 ഇയർ വരെ പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. ആ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നിങ്ങൾ ഒരു ആക്ച്വൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ബട്ട് അതിനിടക്ക് നിങ്ങളെ പറഞ്ഞു വിടുന്നില്ല. പക്ഷേ എനിവേ പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 2 ഇയർ ഉണ്ടാവും. 2 ഇയർ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രൊബേഷൻ കിട്ടും. ഓക്കെ, ആൻഡ് ഓൾസോ ദ മേജർ തിങ് ഈസ് ദാറ്റ് ഈസ് ബെറ്റർ സാലറി ആൻഡ് അലവൻസ്. ഓക്കെ, ഇന്ന് പലരും കേരള PSC കിട്ടിയിട്ടും, എനിക്കും കേരള PSC DME കിട്ടിയതായിരുന്നു. പക്ഷേ അത് ജോയിൻ ചെയ്യാതിരുന്നത് ഈ ഒരു കാരണം കൊണ്ട്. മേജറായിട്ട് ഞാൻ നോക്കിയൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഈ കാര്യം തന്നെയാണ്. കാരണം ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആസ് കമ്പയർഡ് ടു അതർ ഗവൺമെന്റ് സെക്ടർ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള രീതിയിലുള്ള ഒരു സാലറി നമുക്ക് ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് കൊണ്ട് കിട്ടും. അതേപോലെ തന്നെ അലവൻസസ് എന്ന് പറയുന്നതും എൻ്റയർലി ഡിഫറെന്റ് ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. സോ അത്തരത്തിൽ ഒരുപാട് അലവൻസുകളും ബെറ്റർ സാലറിയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള CRE വഴി റിക്രൂട്ട് ചെയ്യുന്നത് വഴി കിട്ടും. ആൻഡ് കരിയർ അഡ്വാൻസ്മെന്റ് ഇൻ ഓപ്പർച്യൂണിറ്റീസ്, അതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ CRE ഹാസ് ബിക്കം വൺ ഓഫ് ദ ലാർജസ്റ്റ് റിക്രൂട്ട്മെന്റ് പ്ലാറ്റ്ഫോം ഫോർ MLT ഇൻ ഇന്ത്യ. ഓക്കെ, MLTക്ക് മാത്രമല്ല മറ്റുള്ള പല കാഡറുകൾക്കും ഉണ്ട്. പക്ഷേ നമ്മുടെ MLTയിൽ നിലവിൽ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ലാർജസ്റ്റ് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാക്കൻസീസ് വരുന്ന ഒരു ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി CRE. സോ അതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. ഓക്കെ, സോ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് എന്താ പറയുക, പല ഗ്രൂപ്പ്സുകളായിട്ടാണ് വരിക. ഇത് പല ഫീൽഡിലേക്കാണ് ഈ എക്സാം വിളിക്കുന്നത്. സോ അതിൽ വരുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്നത്. സോ അതിൽ ഇവർ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് 17 ആണ്. ചില സമയത്ത് 19 ഒക്കെ ആയിട്ട് വരാറുണ്ട്. സോ എനിവേ അത് ഓരോ ഇയറിൽ അത് ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. സോ എനിവേ ദിസ് ഇയർ CRE 5 നമ്മൾ ഗ്രൂപ്പ് 17 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് വന്നിരിക്കുന്നത്. സോ അതിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ്, ലബോറട്ടറി ടെക്നീഷ്യൻ, ടെക്നിക്കൽ ഓഫീസർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ലാബ് അറ്റൻഡർ, അങ്ങനെ പല ഗ്രേഡുകൾ. ഇത് MLTയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പോസ്റ്റുകളും ഒരു ഗ്രൂപ്പിലാണ് വന്നിരിക്കുന്നത്. ദിസ് വൺ ഗ്രൂപ്പ് 17. ഓക്കെ, ഒരു അണ്ടർ 1 ഗ്രൂപ്പ്. ഓക്കെ, ആ ഒരു സിംഗിൾ ഗ്രൂപ്പിലാണ് ഇതെല്ലാം കൂടെ വന്നിരിക്കുന്നത്. സോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പലർക്കും ഉണ്ടാവും തെറ്റിദ്ധാരണ. ഇപ്പൊ നിങ്ങൾ JMLT ആണ്, ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് എക്സാം, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി സെപ്പറേറ്റ് എക്സാം. അങ്ങനെയല്ല. ദിസ് ഗ്രൂപ്പ് 17 ടോട്ടൽ ആയിട്ട് ഒരു എക്സാം ഉണ്ടാവും. ഓക്കെ, അത് ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഗ്രൂപ്പ് 17 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിക്ക് ടോട്ടൽ ആയിട്ട് ഒരു സിംഗിൾ എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഗ്രൂപ്പ് 17. ഓക്കെ, ഗ്രൂപ്പ് 17 സിംഗിൾ എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ നിങ്ങൾ ഒരു സിംഗിൾ എക്സാം എഴുതിയാൽ ഗ്രൂപ്പ് 17 JMLT ഉണ്ടാവും, MLT ഉണ്ടാവും, TO ഉണ്ടാവും, ലാബ് അറ്റൻഡന്റ് ഉണ്ടാവും. അങ്ങനെ പല ആളുകൾ ഉണ്ടാവും. ഓക്കെ, പല എക്സ്പീരിയൻസിനനുസരിച്ചിട്ടും ക്വാളിഫിക്കേഷൻസിനനുസരിച്ചുള്ള ഒരുപാട് പേര് അതിന് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. സോ എല്ലാവർക്കും കൂടെ സിംഗിൾ എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഈ സിംഗിൾ എക്സാം കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരിക. സോ ടോട്ടലായിട്ട് ഒരു 10-15,000 ആളുകൾ ഈ വർഷം കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. ബട്ട് എനിവേ ഏകദേശം ഒരു 15K ആളുകളാണ് ടോട്ടലായിട്ട് എക്സാം അപ്ലൈ ചെയ്യുക. സോ ഇതിന്റെ ബേസിൽ ഏകദേശം ഒരു 4,000-3,000 റാങ്ക് ഒക്കെ വരെയുള്ള 4,000 to 5,000 റാങ്ക് വരെയുള്ള ഒരു ലിസ്റ്റ് അവർ പബ്ലിഷ്. ഓക്കെ, ഒരു സിംഗിൾ ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഗ്രൂപ്പ് 17 എന്ന് പറയുന്ന ഇതിന് ടോട്ടലായിട്ട് ഒരു ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഈ ലിസ്റ്റിലായിരിക്കും നിങ്ങൾ എല്ലാവരും പേര് വരിക. ഓക്കെ, ക്വാളിഫൈ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും പേര് അതിൽ വരും. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പോസ്റ്റ് ആണോ നിങ്ങൾക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നത്
ഇപ്പൊ ലൈക്ക് ഒരാൾക്ക് 10 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കാം, BSc MLT കഴിഞ്ഞ് 10 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആൾക്ക് ഒരു ലെവൽ 7ലുള്ള ലെവൽ എന്താണെന്നുള്ളത് പിന്നീട് പറഞ്ഞുതരാം. സോ ലെവൽ 7ലുള്ള ടെക്നിക്കൽ ഓഫീസർ പോസ്റ്റ് ആണ് ഗുഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ബട്ട് ദ വാക്കൻസീസ് വെരി ലെസ്, 1 or 2 വാക്കൻസീസ് മാത്രമേ ഉള്ളൂ. സോ ആൾ എന്ത് ചെയ്യുന്നു, ഈ ഓപ്ഷന് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്നു, TO എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് അതിനുശേഷം വരുന്ന ഒരു 5 ഇയർ വാക്കൻസി ഉള്ള 5 ഇയർ എക്സ്പീരിയൻസ് ഉള്ള മറ്റൊരു പോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നു, അല്ലെങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള മറ്റൊരു പോസ്റ്റ് കൊടുക്കുന്നു, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. സോ ഇത് സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുന്നു, ആൻഡ് ദിസ് വൺ തേർഡ് ഓപ്ഷൻ കൊടുക്കുന്നു. അങ്ങനെ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചൂസ് ചെയ്യുക. ചില ആളുകൾക്ക് ചില ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിഫർ ചെയ്യും. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നിങ്ങൾ പ്രിഫർ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. സോ ചില ആളുകൾക്ക് ഇപ്പോൾ ഇപ്പോൾ അടുത്തുള്ള സ്ഥലം, ഇപ്പോൾ ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം എയിംസ് മധുരയെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നിയർ ബൈ നമ്മളുടെ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എയിംസ് മധുരയാണ്. സോ എയിംസ് മധുരയിൽ JMLT പോസ്റ്റ് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. സോ ഒരാൾക്ക് JMLT പോസ്റ്റ്, അയാൾക്ക് 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആൾക്ക് JMLT അടുത്തുള്ള സ്ഥലങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ JMLT പോസ്റ്റ് ചൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി യുവർ ഡിസിഷൻ. സോ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. സോ അത് നിങ്ങളുടെ പ്രിസിഷൻ ആണ്, അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഈ എല്ലാ കാറ്റഗറിക്കും കൂടെ ഒരൊറ്റ എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഇത്രയും പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് എന്താണ് ഒരൊറ്റ എക്സാം എഴുതിയാൽ മതി എന്നുള്ളത്. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏജ് ഓരോന്നിനും ഡിഫറൻസ് ആണ്. ഓക്കെ, JMLT ആണെന്നുണ്ടെങ്കിൽ 27 ആണ്, ഇത് 30 ആണ്, 35 ആണ്, അങ്ങനെ ഓരോന്നിനും ഓരോരോ ഡിഫറൻസുകൾ ഉണ്ട്. സോ അതും നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ ഞാൻ പറഞ്ഞു വന്നത് സിംഗിൾ എക്സാം ഫോർ മൾട്ടിപ്പിൾ പോസ്റ്റ് ആൻഡ് മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. സോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ 3000 രൂപ എക്സാമിനേഷൻ ഫീ 3000 എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ സംഖ്യയാണെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ 1000 അല്ലെങ്കിൽ 1500 രൂപ വെച്ചിട്ട് ഒരുപാട് എക്സാമുകൾ അപ്ലൈ ചെയ്യുന്നതും 3000 വെച്ചിട്ട് വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ വർഷത്തിൽ 2 തവണ മാത്രം വരുന്ന എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസുകൾ നമുക്ക് കിട്ടുന്നതാണോ ബെറ്റർ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. സോ ദിസ് വൺ ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ഓക്കെ, അബൌട്ട് ദ CRE എന്ന് പറയുന്നത് സിംഗിൾ എക്സാം ആയിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ നമ്മളുടെ സാധാരണ രീതിയിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ലബോറട്ടറി കാഡർ നിലവിൽ വന്നിട്ടില്ല. ഇപ്പോൾ കറന്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഫാർമസിയുടെ പുതിയൊരു റിവൈസ്ഡ് കാഡർ റിവ്യൂ വന്നു. നമ്മളുടെ ലാബിൻ്റെതും ICMLS എന്ന് പറയുന്ന സംഘടന വഴിയൊക്കെ നാഷണൽ വൈഡ് അത് മൂവ് ചെയ്യുന്നുണ്ട്. കറന്റ് എയിംസുകളിലുള്ള ഒരു കരിയർ ഗ്രോത്ത് പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. JMLTയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc MLT അല്ലെങ്കിൽ DMLT വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ്. അതാണ് JMLTയുടെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ അതിന് മുമ്പ് തൊട്ട് മുമ്പ് വരെ റിസൾട്ട് വന്ന കുട്ടികളുണ്ടാവും. സോ ദിസ് ഈസ് എ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. ഓക്കെ, നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് JMLT എന്ന് പറയുന്ന പോസ്റ്റ്. അവിടെ നിന്നും 5 വർഷം നിങ്ങൾക്ക് വർക്ക് ചെയ്ത്, അതായത് ഇപ്പോൾ ഒരു JMLT ആയിട്ട് ഒരാൾ ജോയിൻ ചെയ്തെന്ന് വിചാരിക്കുക. ജോയിൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം 5 വർഷം നിങ്ങൾ സർവീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ആയിട്ട് MLT പോസ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ MLT പോസ്റ്റ് എന്ന് പറയുന്നത് ലെവൽ 6 ആണ്. ഓക്കെ, ഇത് ലെവൽ 5. ഓക്കെ, ആൻഡ് ദെൻ പിന്നെ ഒരു 5 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് TO ആയിട്ട് മാറാൻ പറ്റും. അങ്ങനെ STO, CTO ഒക്കെ എത്തുമ്പോഴേക്കും ലെവൽ 10, ലെവൽ 11 ഒക്കെ, ലെവൽ 10 ഒക്കെ എത്തുന്നുണ്ട്. ലെവൽ 10 ആണ്. സോ അത്തരത്തിൽ ലെവലിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. പക്ഷേ ഇതിനൊക്കെ വാക്കൻസീസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇത് പ്രൊമോഷൻ ബേസിസിലാണ് ഇങ്ങനെ വരുന്നത്. സോ അത് നിങ്ങൾ എന്താ പറയാ, അറ്റ്ലീസ്റ്റ് ഈ JMLT അങ്ങനെ വർക്ക് ചെയ്ത് വന്ന് നിങ്ങൾ റിട്ടയർ ആവുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് TO അല്ലെങ്കിൽ STO ഒക്കെ ആയിട്ട് മാറാൻ പറ്റും. ഓക്കെ, CTO ഒക്കെ വളരെ റയർലി ആവാൻ പറ്റുള്ളൂ, കാരണം വളരെയധികം പോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പ്രൊമോഷൻ ബേസിസിൽ നമ്മുടെ കരിയർ ഗ്രോത്ത് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ വരുന്ന 3 പോസ്റ്റുകൾ എന്ന് പറയുന്നത് JMLT, MLT, ടെക്നിക്കൽ ഓഫീസർ. ഈ 3 പോസ്റ്റ് മാത്രമേ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉള്ളൂ. സോ നിങ്ങൾ ഇപ്പോൾ എഴുതാൻ പോകുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓവർലാപ്പ് ചെയ്യാൻ പറ്റും, ബൈപ്പാസ് ചെയ്ത് കയറാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ ഒരു BSc MLT വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡയറക്റ്റ് MLT പോസ്റ്റിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് ഉദ്ദേശിക്കുന്നു. അതായത് BSc MLT വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഡയറക്റ്റ് എന്താണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പോസ്റ്റിലേക്ക് എത്താൻ പറ്റും. സാധാരണ ഇതിൽ പ്രൊമോഷൻ ബേസ് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ JMLT പോസ്റ്റ് കഴിഞ്ഞ് 5 ഇയർ വർക്ക് ചെയ്ത് അവിടെ പോസ്റ്റ് വാക്കൻസി ഉണ്ടെങ്കിലാണ് MLT പോസ്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ ദിസ് ഇസ് എ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എഴുതാൻ പോകുന്നത്. സോ അതിൽ TO പോസ്റ്റ് ഒക്കെ വളരെ കുറവായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സോ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങളിപ്പോൾ ഒരു JMLT പോസ്റ്റിൽ എത്തിയതിനു ശേഷം പ്രൊമോഷൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈവൻ JMLT പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇയർ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് CR എഴുതിയിട്ട് പെട്ടെന്ന് MLT പോസ്റ്റിലേക്ക് മാറുന്നതല്ല. അല്ലാതെ നമ്മൾ 5 to 6 ഇയേഴ്സ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ നമുക്ക് ബൈപ്പാസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് പോസ്റ്റിലേക്ക് മാറാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതൊരു ബേസിക് കരിയർ ഗ്രോത്ത് പാത്ത് എന്ന് പറയുന്നത്.
ഇതാണ് ഒരു ഏകദേശം മിക്കവാറും മോസ്റ്റ് ഓഫ് ദി എയിംസുകളിൽ വരുന്ന ഒരു കരിയർ ഗ്രോത്ത് പാത്ത് എന്ന് പറയുന്നത്. ഇത് PGIMR വരുന്ന സമയത്ത് അത് വ്യത്യാസമുണ്ട്. മറ്റുള്ള ചില ഈ എയിംസുകളിൽ തന്നെ ചില എയിംസുകളിൽ ലാബ് ടെക്നീഷ്യൻ എന്ന പോസ്റ്റിൽ, അതായത് 2 ഇയർ ഈ ഒരു പോസ്റ്റിന് ലാബ് ടെക്നീഷ്യൻ എന്നും അറിയപ്പെടാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അങ്ങനെ പല പോസ്റ്റുകളിൽ പല പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത് ഈ ഒരു അഡ്വർടൈസ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ വന്നേക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ പേര് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ചിലപ്പോൾ ലാബ് ടെക്നീഷ്യൻ എന്നായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, ചിലപ്പോൾ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് എന്നായിരിക്കും ഉണ്ടാവുക. സോ അതേപോലെ തന്നെ ചില സമയത്ത് ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ലാബ് അറ്റൻഡർ വരെ ആവാറുണ്ട്. അത് നിങ്ങൾ പേര് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടുത്തെ ലെവൽ ഏതാണ്, അവിടുത്തെ ക്വാളിഫിക്കേഷൻ ഏതാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ബേസിക് കരിയർ ഗ്രോത്ത് പാത്ത് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. ആൻഡ് സാലറി സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് ദിസ് ഇസ് ഓൾസോ ഒരു എന്താ പറയുക നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. ഇപ്പോൾ JMLT പോസ്റ്റ് എന്ന് പറയുന്നത് എയിംസുകളിലേക്ക് വരുന്ന സമയത്ത് ലെവൽ 5 ആണ്. PGIMR ആവുന്ന സമയത്ത് അവിടെ ലെവൽ 6 ആണ്. PGIMR അറിയല്ലോ. ഓക്കെ, PGIMR നമ്മുടെ ചണ്ഡീഗഡ്, PGIMR ചണ്ഡീഗഡ് ആണെന്നുണ്ടെങ്കിൽ ലെവൽ 6ലേക്കാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഓക്കെ, ജിപ്മർ ആണെന്നുണ്ടെങ്കിൽ അവിടെ JMLT എന്ന് പറയുന്ന പോസ്റ്റിൽ അവിടെ ഡയറക്റ്റ് മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ്. സോ ഇങ്ങനെയാണ് ഓരോ ലെവൽസ് വരുന്നത്. ലെവൽ 5, ലെവൽ 6, ലെവൽ ലാബ് ടെക്നീഷ്യൻ ലെവൽ 6, ടെക്നിക്കൽ അസിസ്റ്റന്റ് ലെവൽ 6, ടെക്നിക്കൽ ഓഫീസർ ലെവൽ 7, ലാബ് അറ്റൻഡർ ആണെന്നുണ്ടെങ്കിൽ ലെവൽ 2. ഇങ്ങനെ ഓരോരോ ലെവൽസുകളായിട്ടാണ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിൽ സാലറി പറയാം. സോ എന്താണ് ലെവൽ എന്ന് പറയുന്നത് ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, കാരണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എക്സാം എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സാം എല്ലാത്തിനും ഒറ്റ സിംഗിൾ എക്സാം ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഓപ്ഷൻ ചൂസ് ചെയ്യണം അല്ലെ. ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ അതുകൊണ്ട് അത് പിന്നീട് നിങ്ങൾ ഡൗട്ടുള്ള ആളുകൾ പിന്നീട് എക്സാം കഴിഞ്ഞതിന് ശേഷം ഓപ്ഷൻസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ മതി. കാരണം അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇതിന് സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഫസ്റ്റ് നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത്, എവിടെയാണ് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്നത്, അതാണ് നിങ്ങളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോയ്സ് എന്ന് പറയും. വെയിറ്റിംഗ് ലിസ്റ്റ് വരുമെന്നൊക്കെ പറയും, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. സോ അതുകൊണ്ട് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പോകും എന്ന് ഉറപ്പുള്ള, നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, തോന്നുന്ന പോസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഓക്കെ ആണോ, ക്വാളിഫിക്കേഷൻസ് ഓക്കെ ആണോ, എല്ലാം നോക്കിയിട്ട് മാത്രമേ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇപ്പോൾ എക്സാം എഴുതുക എന്നുള്ളത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. സോ അക്കോർഡിംഗ് ടു സെൻട്രൽ ഗവൺമെന്റ് ദ പേ സ്കെയിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ലെവൽസുകളായിട്ടുണ്ട് പറയാം. ഇപ്പൊ പേ സ്കെയിൽ 7 ആണ്. 7th CPC പേ സ്കെയിൽ എന്നാണ് പറയാം. 7th CPC പേ സ്കെയിൽ ആണ് ഇപ്പൊ നിലവിലുള്ളത്. സോ അത് പ്രകാരം ലെവൽ 2, ലെവൽ 5, ലെവൽ 6, ലെവൽ 7 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സോ ഈ ലെവൽസിൽ വരുന്നത് നിങ്ങൾ ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ കാണുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും സാലറി കാണുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ലെവൽ 5 എന്ന് പറയുമ്പോൾ 29,200 അല്ലെങ്കിൽ 35,400 ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ സാലറി കാണുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത്ര ചെറിയ പൈസക്ക് ഞാൻ എന്തിനാ പോകുന്നതെന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെ. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദിസ് ഇസ് ഓൺലി എ ബേസിക് പേ. ദിസ് ബേസിക് പേ മാത്രമാണ്. ഇതിന് പുറമെ നിങ്ങൾക്ക് നിങ്ങളുടെ HRA എന്ന് പറയും, ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്ന ഒരു അലവൻസ് കിട്ടും. അതേപോലെ തന്നെ ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്ന DA കിട്ടും. അതേപോലെ തന്നെ TA ട്രാവൽ അലവൻസ്, അതേപോലെ തന്നെ ഹോസ്പിറ്റൽസിലാണെന്നുണ്ടെങ്കിൽ HPCA ഹോസ്പിറ്റൽ പേഷ്യന്റ് കെയർ അലവൻസ്, അങ്ങനെ ഒരുപാട് അലവൻസുകൾ ഏകദേശം വരും. ഓക്കെ, അത് ഞാൻ പിന്നീട് എത്രയാണ് ടോട്ടൽ നെറ്റും ഗ്രോസ് ഒക്കെ എത്രയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, സോ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മൾ എന്താ പറയാ ഇത്രയും ചെറിയ പൈസക്കാണോ നമ്മൾ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഡീമോട്ടിവേറ്റ് ആവും. അപ്പൊ അങ്ങനെയൊന്നല്ല, അതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. സോ ഇങ്ങനെയാണ് പല ബേസിക് പേസ് വരുന്നത്, ഓരോ ലെവൽസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ലെവൽ എന്നുള്ളത് നോക്കുക. മാക്സിമം ഹയർ ലെവലിൽ പോകാൻ നോക്കുക. അത് പോകാൻ പോസിബിൾ ആയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ചൂസ്. ആൻഡ് ഈ HRA എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ HRA എന്ന് പറയുന്നത് ഓരോ സിറ്റിക്ക് അനുസരിച്ചിട്ട് മാറും. X സിറ്റി, Y സിറ്റി, Z സിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുഴുവൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ തരം തിരിച്ചിരിക്കുന്നത്. സോ ഒരാൾ ഡൽഹിയിലാണ് അല്ലെങ്കിൽ മുംബൈയിൽ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, അഹമ്മദാബാദ്, പൂനെ ഈ ഏരിയകളിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ X സിറ്റി കാറ്റഗറിയാണ്. ഇനി കേരള പോലെ അല്ലെങ്കിൽ പോണ്ടിച്ചേരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ Y സിറ്റി ആണ്. ഓക്കെ, കേരളത്തിൽ മിക്കവാറും വരുന്നത് Y സിറ്റി ആണ്. അതേപോലെ തന്നെ പോണ്ടിച്ചേരി ഒക്കെ വരുന്നത് Y സിറ്റി ആണ്. ഓക്കെ, ബാക്കിയുള്ള ചില സ്റ്റേറ്റുകളുണ്ട്. ഓക്കെ, സ്റ്റേറ്റുകളല്ല സിറ്റീസുകളുണ്ട്, അതെല്ലാം വരുന്നത് Z സിറ്റി ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇത് ഏതൊക്കെയാണ് Y സിറ്റിയിൽ വരുന്നത്, ഏതൊക്കെയാണ് Z സിറ്റി, ഏതൊക്കെയാണ് X സിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. സോ ഇങ്ങനെ പറയാൻ കാരണം ഈ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും സാലറി വ്യത്യാസം വരും. കാരണം X സിറ്റിയിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ബേസിക് സാലറിയുടെ 30% HRA ആയിട്ട് കിട്ടും. Y സിറ്റിയിലുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 20% ആണ് HRA ആയിട്ട് കിട്ടുക. ഓക്കെ, Z സിറ്റി ആണെന്നുണ്ടെങ്കിൽ 10% ആണ് HRA ആയിട്ട് കിട്ടുക. ഈ 30% ഇങ്ങനെ 10% എക്സ്ട്രാ കൊടുക്കാൻ കാരണം എന്താണ്, അവിടുത്തെ എക്സ്പെൻസ് ആണ്. ഓക്കെ, സോ അതിൽ തന്നെ ഇപ്പോൾ അഹമ്മദാബാദ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് കുറവാണ്.
സോ അതൊക്കെ നിങ്ങൾ വൈസ്ലി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വളരെ ദൂരെ പോയിട്ട് നിൽക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ പോസിബിൾ അല്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒക്കെ നോക്കുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സിറ്റ് മാക്സിമം ചൂസ് ചെയ്യാൻ നോക്കുക. സോ അവിടെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് HRA മാക്സിമം കിട്ടും. ഓക്കെ, സോ HRA മാക്സിമം കിട്ടും. അതേപോലെ തന്നെ TA ട്രാവൽ അലവൻസും നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. ഓക്കെ, എക്സിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ TA ഓൺ TPTA സിറ്റീസ് എന്നാണ് പറയുക. സോ എക്സിറ്റി മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ട്രാവൽ അലവൻസ് എക്സ്ട്രാ കിട്ടും. സോ അത്തരത്തില് നിങ്ങൾക്ക് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനനുസരിച്ചിട്ട് നിങ്ങളുടെ സാലറി മാറും എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ടേബിൾ ആക്കിയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. മാത്തമാറ്റിക്സ് ആണ്, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, സോ മാക്സിമം എക്സിറ്റി കാറ്റഗറി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സാലറി ഹൈ ആയിട്ട് മാറും. ഓക്കെ, അത് ഇനി കേരള അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് YCT എന്ന് പറയുന്ന ഓപ്ഷൻസേ ഉള്ളൂ. ചെന്നൈ, ബാംഗ്ലൂർ മാത്രമേ നിയർ ബൈ ഉള്ളൂ. പക്ഷേ ഈ ഓപ്ഷൻ ഈ ഒരു അഡ്വർടൈസ്മെന്റിൽ അങ്ങനെ ഒരു അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല. സോ അതുകൊണ്ട് YCT എക്സിറ്റി മറ്റുള്ള എക്സിറ്റി അല്ലെങ്കിൽ YCT കാറ്റഗറീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. സോ ആൻഡ് ദെൻ അവിടെ വരുന്ന സമയത്ത് TA-യിലും വ്യത്യാസം വരും. സോ ഒരു എക്സിറ്റി കാറ്റഗറിയിൽ കയറുന്ന ഒരാൾ, ഓക്കെ, എക്സിറ്റി ഏതൊക്കെയാന്ന് പറഞ്ഞല്ലോ, ആ എക്സിറ്റി കാറ്റഗറിയിൽ കയറുന്ന ഒരാൾക്ക് എൻട്രിയിൽ വരുന്ന സാലറി എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ടാബിളാക്കി കൊടുത്തതാണ്. ഓക്കെ, ജസ്റ്റ് ടാബിളാക്കി കൊടുത്തതാണ്. സോ നോർമലി ഒരു ലെവൽ 6-ലൊക്കെ ആയിരിക്കും ഒരാൾ കയറുന്നുണ്ടാവും. സോ ലെവൽ 6-ൽ കയറുന്ന ആൾക്ക് ഗ്രോസ് സാലറി ആയിട്ട്, ഗ്രോസ് സാലറി ആണ്, ഇൻ ഹാൻഡ് അല്ല, ഗ്രോസ് സാലറി ആയിട്ട് വരുന്നത് ഈ നമ്മളുടെ അലവൻസും മറ്റുള്ള NPS-ഉം നമ്മളുടെ പെൻഷൻ സ്കീമും TA-യും എല്ലാം വന്നിട്ട് ടോട്ടലായിട്ട് നമ്മളുടെ ഗ്രോസ് സാലറി ആയിട്ട് വരും 85,000 ആണ് നമ്മളുടെ നോർമലി നമ്മളുടെ കയ്യിൽ കിട്ടുക. ഇനി ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും, ഇപ്പോൾ ഈ പാസ് ഔട്ട് ആയിട്ടുള്ള നിയർ ബൈ പാസ് ഔട്ട് ആയിട്ടുള്ള കഴിഞ്ഞ മാസം പാസ് ഔട്ട് ആയിട്ടുള്ള അതായത് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള ഒരാൾ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പോലും സ്റ്റാർട്ടിങ്ങിൽ ആ കുട്ടിയുടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 72,000 ആണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, കേരളത്തില് പ്രൈവറ്റ് മേഖലകളിലാണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെന്റ് മേഖലകളിലാണെങ്കിലും പോലും സ്റ്റാർട്ടിങ്ങിൽ ഇത്ര സാലറി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എനിവേ നിങ്ങൾക്ക് 72,000 ഗ്രോസ് സാലറി ആയിട്ട് കിട്ടും. ഇതിൽ നിന്നും നിങ്ങളുടെ ബാക്കിയുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ട് 10,000 റുപ്പീസ് ഏകദേശം കട്ടിങ് വരും. കട്ടിങ് എന്ന് പറയുന്നത് നമ്മളുടെ പെൻഷന്റെയും മറ്റുള്ള നമ്മളുടെ ഇൻഷുറൻസിന്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്ത് പോകുന്നത്. ബട്ട് എനിവേ നിങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു 70,000 രൂപയോളം നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഓക്കെ, സോറി, ലെവൽ 5 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 61,000 ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഇൻ ഹാൻഡ് ആയിട്ട് കിട്ടും. ഓക്കെ, ലെവൽ 5 എക്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ. YCT ആണെന്നുണ്ടെങ്കിൽ ഒരു 5,000 6,000 റുപ്പീസ് കുറവും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, എങ്ങനെ പോയാലും നിങ്ങൾക്ക് 50+ നിങ്ങളെ കയ്യിൽ കിട്ടും. 50 അല്ലെങ്കിൽ 55+ നിങ്ങളെ കയ്യിൽ കിട്ടും. ഒരു ലെവൽ 5 അതായത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം. ലെവൽ 6 എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് കൂടി പോകും. ഓക്കെ, സോ ഇത് ഞാൻ ഫസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്താണ് പറയുന്നത്. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ വർഷം കഴിയുമ്പോഴും അവിടെ ഇൻക്രിമെന്റ് വരും. ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക്കിലേക്ക് ഇങ്ങനെ ഓരോ പൈസ കൂടുക ചെയ്യാം. ഇപ്പൊ ബേസിക് സാലറി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ബേസിക് പേ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതെല്ലാം മാറും അല്ലെ. ഇതെല്ലാം ഈ DA എന്ന് പറയുന്നത് 58% ഓഫ് ബേസിക് പേ ആണ്. HRA എന്ന് പറയുന്നത് 30% ഓഫ് ബേസിക് പേ ആണ്. അങ്ങനെ എല്ലാം ഇതിന്റെ ഈ ബേസിക് പേയുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് വരുന്നത്. സോ അതുകൊണ്ട് ബേസിക് പേ മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. സോ അതുകൊണ്ട് ഓരോ വർഷം കൂടുമ്പോൾ നിങ്ങൾക്ക് ഒരു 1,000-1,500 റുപ്പീസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ ദിസ് ഇപ്പോൾ DA 60% ആണ് കേട്ടോ, 58 അല്ല. ഇത് ഈ അടുത്ത് ഈ ജനുവരി മുതൽ 2% കൂടി കൂട്ടിയിട്ടുണ്ട്. സോ 60%. അപ്പൊ ഇതിലേറെ കുറച്ചുകൂടെ കൂടും, ഒരു 600 റുപ്പീസ് കൂടെ കൂടും. സോ ഇതിപ്പോ ഞാൻ കൊടുത്തിരിക്കുന്നത് 7th CPC സ്കെയിലാണ്. ഇനി 2026 മുതൽ 8th CPC വരികയാണ്. 8th CPC എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ വർഷം കൂടുമ്പോഴും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ പേ സ്കെയിൽ മാറ്റും. സോ 8th CPC വരുന്ന സമയത്ത് ഒരു ഹ്യൂജ് ബൾക്കായിട്ട് ബേസിക് പേ മാറും. ഓക്കെ, സോ അതുകൊണ്ട് ഈ ബേസിക് പേ മാറിയിട്ട് നിയർ ബൈ ഒരു നല്ലൊരു ഹ്യൂജ് ഹൈക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം 10 വർഷത്തിൽ ഒരിക്കലാണ് ഇത് മാറുക. സോ അതുകൊണ്ട് അത് ഈ വർഷമാണ് മാറാനുള്ളത്. നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും അത് പ്രാബല്യത്തിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് നല്ലൊരു ഹൈക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ആ ഒരു 70 എന്നുള്ളത് നിങ്ങൾക്ക് ഒരു 90 ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, 90 അല്ലെങ്കിൽ 80, 90 ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ദിസ് വൺ ഈസ് ദ മേജർ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് ഓൺലി ഞാൻ സാലറിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു എയിംസിന്റെ ഒരു സാലറി സ്ലിപ്പ് ഇവിടെ കൊടുത്തതാണ്. ഇതൊരു ലെവൽ 5-ൽ കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആളുടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 72 ആയിരിക്കും. ആളുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ ആളുടെ നെറ്റ് പേ എന്ന് പറയുന്നത് 61,000 ആയിരിക്കും. ഈ ലെവൽ 6 ആണെന്നുണ്ടെങ്കിൽ ആളുടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 85 ആയിരിക്കും. ആൻഡ് നെറ്റ് പേ എന്ന് പറയുന്നത് 71 ആയിരിക്കും. ഓക്കെ, അതിൽ നമ്മുടെ ബാക്കി കാര്യങ്ങൾ ഇതെല്ലാം സ്റ്റാർട്ടിങ്ങിൽ എൻട്രി കാഡറിൽ വരുന്നൊരു സാലറി സ്ലിപ്പാണ്. ഇതെല്ലാം നമ്മൾ ഓരോ വർഷം കൂടുമ്പോൾ അതിങ്ങനെ മാറി വരും. ഓക്കെ, സോ ദിസ് ആർ ദ ബേസിക് എന്താ പറയുക സാലറി സ്കീം ഓഫ് ദിസ് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ CRE ബേസിസിൽ വരുന്ന എക്സാം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാലറി സ്കീം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി മറ്റുള്ള അലവൻസുകൾ എന്ന് പറയുന്നത് അലവൻസുകൾ ഒരുപാട് വരുന്നുണ്ട്. ദാറ്റ് ഇസ് ലീവ് ട്രാവൽ അലവൻസ്. അതായത് നമുക്ക് വർഷത്തിൽ ഒരിക്കൽ നമുക്കും നമ്മളുടെ ഫാമിലിക്കും
ട്രാവൽ ചെയ്യാനുള്ള അലവൻസ്. ഇപ്പോൾ നമ്മുടെ ഹോം ടൗണിലേക്ക് പോകാൻ, ഇപ്പോൾ നമ്മൾ ഡൽഹിയിലാണ് ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹോം ടൗണിലേക്ക് പോകാൻ അത് ഓരോ ലെവലിനനുസരിച്ചിട്ടുള്ള പൈസ നമുക്ക് കിട്ടും. സെക്കൻഡ് AC അല്ലെങ്കിൽ തേർഡ് AC ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഓരോ ലെവലിനനുസരിച്ചിട്ട് അത് മാറും. സോ അങ്ങനെയുള്ള പൈസ നമുക്ക് ഫുള്ള് റീഇംബേഴ്സ് ആവും, നമുക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും. ആൻഡ് ഓൾസോ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. നമ്മുടെ കുട്ടികൾക്ക് 18 വയസ്സാകുന്നത് വരെ നമ്മുടെ കുട്ടികൾക്ക് പെർ മന്ത് 2250 എന്നുള്ള രീതിയിൽ നമുക്ക് ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫീ ആയിട്ട് നമുക്ക് മാസം 6780 രൂപ കിട്ടും. അങ്ങനെ ഒരുപാട് അലവൻസുകൾ എക്സ്ട്രാ വരുന്നുണ്ട്. ഈവൻ നമുക്ക് ബാഗ് വാങ്ങാൻ പോലും 3 വർഷത്തിലൊരിക്കൽ നമുക്ക് ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ട് ബാഗ് അലവൻസ് എന്ന് പറയുന്ന അലവൻസ് കിട്ടും. അതേപോലെ തന്നെ 3 വർഷത്തിലൊരിക്കൽ നമുക്ക് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും, അതായത് ഇന്ത്യയിൽ നിന്നല്ല, ലൈക്ക് നോർത്ത് ഈസ്റ്റ്, അതേപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ, അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് വിത്ത് ഫാമിലി നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ, അതായത് ഫുൾ നമ്മളുടെ നമുക്ക് ടൂറായിട്ട് പോകാനുള്ള, വെക്കേഷന് പോകാനുള്ള അലവൻസുകൾ കിട്ടും. അങ്ങനെ ഒരുപാട് അലവൻസുകൾ എക്സ്ട്രാ വരുന്നുണ്ട്. ആൻഡ് ദെൻ ചൈൽഡ് കെയർ ലീവ്, പെറ്റേണിറ്റി ലീവ്. ചൈൽഡ് കെയർ ലീവ് എന്ന് പറയുന്നത് ടോട്ടൽ വുമൻസിന് 730 ഡേയ്സ് ചൈൽഡ് കെയർ ലീവ് കിട്ടും. അത് പല പല സമയങ്ങളിലായിട്ട് എടുക്കാനൊക്കെ പറ്റും. കുട്ടികൾക്ക് 18 വയസ്സാകുന്നത് വരെ അതിങ്ങനെ നമുക്ക് കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് എഡ്യൂക്കേഷൻ പർപ്പസ് അല്ലെങ്കിൽ കുട്ടിയുടെ ഹെൽത്ത് എന്ത് പർപ്പസിന് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കും. ആൻഡ് ദെൻ ഫാമിലി പെൻഷൻസ്, അത് EHS CGHS എന്ന് പറയും. അതായത് നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ്, അതായത് നമ്മളുടെ ഡിപ്പെൻഡൻസിന്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമുക്കും ഹെൽത്തുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള ഒന്നെങ്കിൽ CGHS അല്ലെങ്കിൽ EHS ആയിരിക്കും. EHS എന്ന് പറയുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ അതെല്ലാം നിങ്ങൾ നോക്കണം, EHS ആണോ CGHS ആണോ എന്നുള്ളത്. ഇപ്പോൾ എയിംസുകളിലേക്ക് കൊടുക്കുന്നത് EHS ആണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ എയിംസിലേക്ക് തന്നെ വരണം. അവിടെ മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ മാത്രം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. CGHS എന്ന് പറയുമ്പോൾ ഇപ്പോൾ LHMC പോലെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെയാണ് CGHS ആണ്. CGHS എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ഫാമിലിക്ക് നമ്മുടെ നാട്ടിൽ CGHS സപ്പോർട്ട് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫ്രീ ട്രീറ്റ്മെന്റ് കിട്ടും. ഓക്കെ. ആൻഡ് ദെൻ ഫെസ്റ്റിവൽ അലവൻസ്, ചില ഫെസ്റ്റിവലിന്റെ സമയത്തൊക്കെ നമുക്ക് എക്സ്ട്രാ പൈസ കിട്ടും. ആൻഡ് ദെൻ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസസ്, നമുക്ക് വീട് പണിയുന്നതിന് അഡ്വാൻസ് ആയിട്ട് കിട്ടും. അങ്ങനെ കമ്പ്യൂട്ടർ അഡ്വാൻസ്, ലീവ് ബെനിഫിറ്റ്സ്, അങ്ങനെ ഒരുപാട് യൂണിഫോം അലവൻസ്, അങ്ങനെ പല പല അലവൻസുകൾ നമുക്ക് പല പല സമയങ്ങളിലായിട്ട് കിട്ടും. ഓക്കെ, ഞാൻ കുറച്ചെണ്ണം മാത്രം കൂടെ കൊടുത്തിട്ടുള്ളൂ. സോ ദീസ് ആർ ദ ബേസിക് അലവൻസസ് ആൻഡ് സാലറി സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആയോ? അതായത് ഒരു കുഴപ്പമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് എന്ന് മനസ്സിലായോ? യെസ് ഓർ നോ? ക്ലിയർ ആയി? ഞാൻ പെട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ജസ്റ്റ് പിന്നീട് റെക്കോർഡ് വേർഷൻസുകളൊക്കെ ജസ്റ്റ് സ്ലോ ആയിട്ട് കണ്ടു നോക്കിയാൽ മതി. ശരി, ക്ലിയർ? യെസ്. ഓക്കെ. സോ എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കുണ്ടെന്നാണ് അല്ലെ? എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കുണ്ട്. സോ ഹിയർ ഓൾസോ ഇസ് സം കൈൻഡ് ഓഫ് കോൺസ്. ഇവിടെയും കുറച്ച് ലിമിറ്റേഷൻസുകൾ ഉണ്ട്. നിങ്ങൾ ഏത് ലീവ്സിന്റെ കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ലീവ്സ് ഇത്രയൊക്കെയാണ് നമ്മുടെ മേജർ ആയിട്ട് വരുന്ന ലീവ്സ് എന്ന് പറയുന്നത്. നമുക്ക് EL 30 EL ഉണ്ടാവും, ആൻഡ് കാഷ്വൽ ലീവ് 8 CL ഉണ്ടാവും, ആൻഡ് RH2 റെസ്ട്രിക്റ്റഡ് ഹോളിഡേ, അങ്ങനെ പല പല ലീവ്സുകൾ ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് സ്റ്റഡി പർപ്പസിന് നമുക്ക് 2 വർഷം കഴിഞ്ഞ് നമുക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമുക്ക് ലീവ് എടുത്തിട്ട് 2 years, മാക്സിമം 2 year വരെ നമുക്ക് ലീവ് കിട്ടും. അങ്ങനെ പല പല ഓപ്ഷൻസുകൾ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ആൻഡ് ലിമിറ്റേഷൻസ്. സോ വാട്ട് ആർ ദ മേജർ ലിമിറ്റേഷൻസ് ഓഫ് എനി ഗവൺമെന്റ് ജോബ്സ്? നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോബ് കിട്ടിയെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എല്ലാം നേടിയെടുത്തെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഓക്കെ. സോ ഇവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ CRE വഴി ഒരു എയിംസിലാണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പോളിസിയാണ്. അതായത് നിങ്ങൾക്ക് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, കേരളത്തിൽ പല വാഗ്ദാനങ്ങൾ വന്നു, എയിംസ് വരും എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ വേറെ ഏതെങ്കിലും കിട്ടുന്ന എയിംസിൽ പോയി ജോലി ചെയ്തിട്ട് ഇവിടെ വരുന്ന സമയത്ത് 10 വർഷം കഴിയുന്ന സമയത്ത് ഞാൻ കേരളത്തിലേക്ക് മാറാമെന്നുള്ളത്. സോ there is no transfer policy in between എയിംസ്. എയിംസുകൾ തമ്മിൽ ഒരു ട്രാൻസ്ഫർ പോളിസിയും നിലവിലില്ല. നിങ്ങൾ ഒരു എയിംസിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എയിംസ് ന്യൂഡൽഹിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എയിംസ് ന്യൂഡൽഹിയിൽ തന്നെ നിങ്ങൾ കാലാകാലം നിങ്ങളുടെ സർവീസ് അവിടെ ആയിരിക്കണം. നിങ്ങൾ ഒരിക്കലും ഒരു എയിംസിൽ നിന്ന് മറ്റൊരു എയിംസിലേക്ക് ട്രാൻസ്ഫർ ആവാൻ സാധിക്കില്ല. ഓക്കെ. സോ ദർ ഇസ് എ നോ ട്രാൻസ്ഫർ പോളിസി ഇൻ ബിറ്റ്വീൻ എയിംസ്. എയിംസുകൾ തമ്മിൽ അങ്ങനെയില്ല. ബട്ട് ESIC-യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ESIC-യിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഓപ്ഷൻസുകൾ ഉണ്ട്. ഓക്കെ. സോ പക്ഷേ വളരെ റയർലി മാത്രം എയിംസ്, ഇൻ ബിറ്റ്വീൻ എയിംസ് നമ്മളുടെ എന്താ പറയുക ഡെപ്യൂട്ടേഷൻ ട്രാൻസ്ഫറുകൾ വരാറുണ്ട്. ബട്ട് ഇറ്റ് ഈസ് വെരി റയർലി ആണ്. അതൊന്നും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സോ നിങ്ങൾ വളരെ വൈസ്ലി വേണം നിങ്ങളുടെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാം. സോ ദർ ഇസ് നോ ട്രാൻസ്ഫർ ഓപ്ഷൻസ്. പലരും ജോയിൻ ചെയ്തതിനു ശേഷം ട്രാൻസ്ഫർ ഓപ്ഷൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയുള്ള ആളുകൾ പോലും ഉണ്ട്. സോ അതുകൊണ്ട് യു ഷുഡ് നോ ദാറ്റ് ദർ ഇസ് നോ ട്രാൻസ്ഫർ പോളിസി ഇൻ ബിറ്റ്വീൻ എയിംസ് മാത്രമല്ല പല ഇതെല്ലാം ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. PGMR ആണെങ്കിലും ജിപ്മർ ആണെങ്കിലും ഇതെല്ലാം ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. സോ ഇതെല്ലാം അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. സോ അവിടെ ട്രാൻസ്ഫർ പോളിസി നിലവിലില്ല. സോ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ
ഈ പ്രൊമോഷൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ JMLT-യിൽ 5 വർഷം വർക്ക് ചെയ്തിട്ട് MLT ആവുമെന്ന് പറഞ്ഞു. സോ 5 വർഷം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ പോസ്റ്റ് വാക്കൻസി വരുന്നതിനനുസരിച്ചിട്ടും അതിന്റെ ഡോക്യുമെന്റേഷൻ വർക്കുകൾ വരുന്നതിനനുസരിച്ചിട്ടൊക്കെ കുറച്ച് സമയം എടുക്കും. 5 എന്നുള്ളത് ചിലപ്പോൾ 6 വർഷമാവും, ചിലപ്പോൾ 7 വർഷമാവും. ചില ആളുകൾക്ക് റിട്ടയർ ആവുന്ന സമയമാകുമ്പോഴേക്ക് CTO ആയിട്ട് മാറാൻ പറ്റും. ചില ആളുകൾക്ക് MLT എന്ന് പറയുന്ന പോസ്റ്റ് അല്ലെങ്കിൽ TO എന്ന് പറയുന്ന പോസ്റ്റ് തന്നെ ഇപ്പോൾ റിട്ടയർഡ് ആവേണ്ടി വരും. അപ്പൊ അതൊക്കെ നമ്മുടെ ആ പ്രൊമോഷന്റെ ഒരുപാട് ഡോക്യുമെന്റേഷൻ ആൻഡ് ആസ് വെൽ ആസ് ദ വാക്കൻസി ബേസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ അതിന് പല പല പ്രശ്നങ്ങൾ പലർക്കും കാണാറുണ്ട്. സോ അതൊക്കെ നോർമലി നമ്മുടെ എല്ലാ ഗവൺമെന്റ് സെക്ടറിലും വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് ഓൾസോ ദിസ് NOC അതായത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ദിസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് റാങ്ക് കിട്ടി, ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് റാങ്ക് കിട്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുക NOC ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്ത് നിങ്ങൾ അവിടെ ലോക്കായി മാറും. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയാണ്, ഇപ്പോൾ എയിംസ് ഗോരഖ്പൂർ ആണ് നിങ്ങൾ കിട്ടുന്നതുണ്ടെങ്കിൽ എയിംസ് ഗോരഖ്പൂരിൽ അവർ അവരുടെ അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട്, യു വിൽ ഗെറ്റ് NOC ഓൺലി ആഫ്റ്റർ 2 years ഓഫ് സർവീസ്. നിങ്ങളുടെ 2 year കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് NOC കിട്ടുകയുള്ളൂ. എയിംസ് മംഗലഗിരി ആണെന്നുണ്ടെങ്കിൽ 1 year കഴിഞ്ഞാൽ മാത്രമേ NOC കിട്ടുള്ളൂ. ഈ റീസെന്റ് നടന്ന അപ്പോയിന്റ്മെന്റിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിന് മുമ്പത്തെ അപ്പോയിന്റ്മെന്റിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അപ്പോൾ അവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴേ NOC കിട്ടുള്ളൂ. ഈ NOC എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഹയർ ഓപ്ഷൻസ് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള എന്തെങ്കിലും ഡിസ്റ്റന്റ് ആയിട്ട് എഡ്യൂക്കേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അടുത്തൊരു CRE വന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്ഥലത്തേക്ക് മാറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് NOC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. സോ ഈ NOC കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവിടുന്ന് പോരാൻ പറ്റുള്ളൂ. സോ NOC പ്രൊവൈഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷേ അതിലും ചില സ്ഥലങ്ങളിൽ ഇത് മെൻഷൻ ചെയ്യാതെ തന്നെ അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ മെൻഷൻ ചെയ്യാതെ തന്നെ അവർക്ക് NOC തരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനം എടുക്കാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഈസ് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പോസിബിൾ അല്ല അല്ലെങ്കിൽ എന്താ പറയുക ഫേവറബിൾ അല്ലാത്ത തീരുമാനങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കില്ല. ബട്ട് എനിവേ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളാണ്. ഓക്കെ, സോ NOC കിട്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം ഈ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ എന്താ പറയുക ഓപ്ഷൻസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ലൂപ്പ്. നിങ്ങൾക്ക് ഇതൊരു ലൂപ്പ് പോലെ തോന്നിയേക്കാം. ലൈക്ക് നമുക്ക് മറ്റൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസുകൾ വരും. ഇപ്പം ഗവൺമെന്റ് ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസുകൾ വരും. സോ അതേപോലെ നമുക്കൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകൾ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഇതിനകത്തായിട്ട് വരുന്നുണ്ട്. പലപ്പോഴും അത് പലരും പറയാറില്ല. സോ നമ്മുടെ എല്ലാ ഏതൊരു മാറ്റർ എടുത്ത് നോക്കിയാലും അതിന് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാവും. സോ അതുപോലെ തന്നെ അതിന് ചെറിയ ഒരു കോൺസ് ആയിട്ട് കണ്ടാൽ മതി. ഇത് വലിയ എന്താ പറയുക ലിമിറ്റേഷൻ ആയിട്ടൊന്നല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഒക്കെ എല്ലാ കാര്യത്തിനും അതിൻ്റെ ലിമിറ്റേഷൻസുകൾ ഉണ്ടാവും. സോ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, സോ ട്രാൻസ്ഫർ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ട്രാൻസ്ഫർ ഇല്ല എന്നല്ല, എയിംസുകളിൽ ട്രാൻസ്ഫർ ഇല്ല. അതേപോലെ തന്നെ പല മെജോറിറ്റി ഓഫ് ദ CRE കണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ട്രാൻസ്ഫർ ഇല്ല. ESIC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ പോളിസീസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് മേജർ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ നമ്മളുടെ ഈ വർഷത്തെ CRE-യിലെ ആ ഒരു എക്സാം പാറ്റേൺ എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. സോ ദിസ് ഓൾ ആർ ദ മേജർ വാക്കൻസീസ് ഓൺ ദിസ് ഇയർ. ഈ വർഷം വന്നിരിക്കുന്ന മേജർ വാക്കൻസീസ്, അതിന്റെ ക്വാളിഫിക്കേഷൻസ്, അതിന്റെ ലെവല്, അതിന്റെ ഏജ് എല്ലാം ഇവിടെ ഒരു ടേബിൾ ആക്കിയിട്ട് കൺസിഡർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സോ ടോട്ടൽ JMLT പോസ്റ്റ് എയിംസ് മധുരയിൽ 4 സീറ്റ് വിളിച്ചിട്ടുണ്ട്. ന്യൂഡൽഹി, ഭുവനേശ്വർ, മംഗളഗിരി, റൈബ്രേലി, റിവാരി, അങ്ങനെ പല കാഫിംസ്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ, അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്, സഫ്ദർജംഗ്, ബിലാസ്പൂർ, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കായിട്ട് 99 വാക്കൻസീസ്. ഓക്കെ, ടോട്ടൽ 100-നടുത്ത് വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് BSc MLT കഴിഞ്ഞിട്ടുള്ള ഈ വർഷം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പ്രീവിയസ് 2-3 months ബിഫോർ ആണ് തോന്നുന്നുണ്ട് ഈ വർഷം പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിന്റെ റിസൾട്ട് വന്നത്. അവർക്ക് സർട്ടിഫിക്കറ്റും കിട്ടിയെന്നാണ് അറിഞ്ഞത്. സോ അവർക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ യു ക്യാൻ ഗെറ്റ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ നിങ്ങൾക്ക് പഠിച്ചിറങ്ങിയതായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ ബേസ് ഉണ്ടാവും. ആ ബേസ് മതി നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ഇപ്പം നിങ്ങൾ കാര്യമായിട്ട് ഇത് അപ്പിയർ ചെയ്യുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പിന്നെ ലാബ് അറ്റൻഡന്റ് ഗ്രേഡ് 2 പോസ്റ്റ് ആണ്. ലെവൽ 2 പോസ്റ്റിൽ വരുന്നവരാണ്. അവിടെ ഇത്രയും വേക്കൻസി 73 പോസ്റ്റ് അവിടെ വിളിച്ചിട്ടുണ്ട്. ലെവൽ 2 ആണ് വരുന്നത്. ആൻഡ് ലാബ് ടെക്നീഷ്യൻ, ലബോ ടെക്നീഷ്യൻ, MLT, മെഡിക്കൽ ലബോ ടെക്നോളജിസ്റ്റ് 26 വാക്കൻസീസ് ഉണ്ട്. അങ്ങനെ പല പല ഒരുപാട് വാക്കൻസീസുകൾ ഉണ്ട്. ആൻഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വാക്കൻസീസിന്റെ നമ്പർ മാത്രം നോക്കിയാൽ പോരാ, ഇതിൽ റിസർവേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ലൈക്ക് ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് UR കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റുകൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് നമുക്ക് പോസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ സെലക്ഷൻ സമയത്ത് അത് മാത്രമേ നമുക്ക് വരുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരു സ്ഥലത്ത് ഇപ്പൊ ലൈക്ക് ഒരു എക്സാമ്പിൾ, ഇപ്പൊ കാഫിംസ് എന്ന് പറയുന്ന സ്ഥലത്ത് മെഡിക്കൽ ലബോ ടെക്നോളജിസ്റ്റ് OBC PWD, OBCക്ക് അകത്ത് PWD കാറ്റഗറിക്ക് മാത്രം റിസർവ്ഡ് ആണ്. അപ്പോൾ ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ OBC PWD കാറ്റഗറി ആണെങ്കിൽ മാത്രമേ അവിടെ നിങ്ങൾക്ക്
ഓപ്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ തിരിച്ച് OBC ആണ്, OBC നോർമൽ ആയിട്ടുള്ള ഒരു OBC കാരനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ UR ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റണമെന്നില്ല. സോ അതുകൊണ്ട് ഈ നമ്പർ മാത്രം നോക്കരുത്, അത് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റ് എത്രയാണെന്നുള്ളത് അതും നിങ്ങൾ നോക്കണം. ഓക്കെ, കാരണം എയിംസ് ന്യൂഡൽഹിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് പോസ്റ്റ് പ്രാവശ്യം PWD കാറ്റഗറിക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ നോക്കണം. ഓക്കെ, കാരണം ഈ PSC റൊട്ടേഷൻ, കേരള PSC റൊട്ടേഷൻ പോലെയല്ല. OBC എന്ന് പറഞ്ഞാൽ ഒറ്റ കാറ്റഗറിയാണ്. ഓക്കെ, അതേപോലെ UR എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കാറ്റഗറി. അത് OBCയിലുള്ള ഒരാൾക്ക് UR കാറ്റഗറിയിലും കയറാം, OBC കാറ്റഗറിയിലും കയറാം. SC കാറ്റഗറിയിലുള്ള ഒരാൾക്ക് UR കാറ്റഗറിയിലും കയറാം, SC കാറ്റഗറിയിലും കയറാം. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, അല്ലാതെ OBCയിൽ മാത്രമേ OBC-കാരൻ കയറാൻ പറ്റുള്ളൂ എന്നല്ല. ഇപ്പൊ ലൈക്ക് ഒരു എക്സാമ്പിൾ പറയാം, ഒരു സ്ഥലത്ത് ഇപ്പൊ CNCI, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. CNCI കൊൽക്കത്തയിൽ ടോട്ടൽ 9 വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ UR-ൽ ഒരു 3 വേക്കൻസിയും, OBC-യിൽ ഒരു 2 വേക്കൻസിയും, SC-യിൽ ഒരു 2 വേക്കൻസിയും അങ്ങനെയാണ് വരുന്നത് വിചാരിക്കാം. ഓക്കെ, ലൈക്ക് ബാക്കി എന്തോ വരട്ടെ. സോ ഒരു UR കാറ്റഗറിയിലുള്ള ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് അവിടുത്തെ 3 പോസ്റ്റുകൾ മാത്രമേ കിട്ടുള്ളൂ. ഈ നേരെ തിരിച്ചൊരു OBC-കാരനാണെന്നുണ്ടെങ്കിൽ ആൾക്ക് അവിടെ ടോട്ടൽ 5 പോസ്റ്റ് കിട്ടും. ഇനി ഒരു SC കാറ്റഗറിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്കും എന്താണ് 5 പോസ്റ്റ് അവിടെ കിട്ടും. ഓക്കെ, 5 പോസ്റ്റ് കിട്ടും. സോ അത്തരത്തിലാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, ഇതിൽ വേറെ കൺഫ്യൂഷൻ റൊട്ടേഷൻ ബേസിസിൽ വരിക, അല്ലെങ്കിൽ TPO മാറ്റി വെക്കുക, നെക്സ്റ്റ് ഇയറിൽ വിളിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അതൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ നടക്കും. നിങ്ങൾ അത് പ്രോപ്പർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് കിട്ടും. ഓക്കെ, സോ അത് ഒരു കാര്യം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇതെല്ലാം നിങ്ങൾ ഇതെല്ലാം അഡ്വർടൈസ്മെന്റ് ഒക്കെ വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് ജസ്റ്റ് ടാബിളാക്കി ഇവിടെ കൊടുത്തതാണ്. സോ ഇതെല്ലാം നോക്കിയിട്ട് ഏകദേശം നമുക്ക് എത്രയാണ്, ഏകദേശം ഒരു 100-200ഓളം വാക്കൻസീസ് ടോട്ടലായിട്ട് വരുന്നുണ്ട്. ടോട്ടലായിട്ട് നമുക്ക് ഇത്രത്തോളം വാക്കൻസീസ് വരുന്നുണ്ട്. ഓക്കെ, സോ ആ കാര്യം ജസ്റ്റ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് CRE എക്സാം പാറ്റേൺ ആൻഡ് സിലബസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മാത്രമല്ല, ഇതിൽ നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ടാവും. ഈ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. മുമ്പ് ESIC-യിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മുമ്പ് കഴിഞ്ഞ എക്സാം ഒക്കെ എഴുതിയ ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ, ESIC-യിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് DMLT വിത്ത് 1 year എക്സ്പീരിയൻസും ഡിസൈഡ് ക്വാളിഫിക്കേഷനിൽ BSc MLT കൊടുത്തു. അപ്പോൾ അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് മാറി. കാരണം ഒരു BSc MLT കഴിഞ്ഞ ആൾക്ക് ചിലപ്പോൾ DMLT ഉണ്ടായിക്കോളണമെന്നില്ല, പക്ഷെ അവർ ഡിസൈഡിൽ BSc കൊടുത്തും ചെയ്തു. നിങ്ങൾ പക്ഷെ അത് എയിംസുകളിലൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. എയിംസിൽ അതേ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ESIC-യുടെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവർ CRE-ന്ന് ഒഴിവാക്കിയിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് വേറെ റിക്രൂട്ട്മെന്റ് ചെയ്യാം. സോ എനിവേ, നിങ്ങൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ആൻഡ് നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് പോസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്റേൺഷിപ്പ്, കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്ത പഠിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രെയിനിങ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് അവിടെ മെൻഷൻ ചെയ്യില്ല. ഈവൻ എയിംസ് ഡൽഹിയിലേക്കൊക്കെയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ട്രെയിനിങ് എന്നോ അല്ലെങ്കിൽ ട്രെയിനി എന്നോ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്താൽ നിങ്ങൾ പേര് മാറ്റി വാങ്ങിക്കുക. ഇപ്പം തന്നെ ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ലാബ് ടെക്നോളജിസ്റ്റ് എന്നോ എന്തെങ്കിലും പേരിൽ അത് മാറ്റി തരാൻ പറയും. കാരണം അത് ഇവർ നിങ്ങളെ കൊണ്ട് മാറ്റി ചെയ്യിപ്പിക്കും. കാരണം ട്രെയിനിങ് ഇവരോട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, എയിംസ് ഡൽഹിയിൽ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണെന്നല്ല കേട്ടോ. ഓക്കെ, ചില സ്ഥലങ്ങളിൽ ട്രെയിനിങ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ട്രെയിനി ആയിട്ട് സ്റ്റാഫ് ട്രെയിനി ഒക്കെയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരോട് കാല് പിടിച്ചിട്ട് അത് മാറ്റി തരാൻ വേണ്ടി പറയാം. ഓക്കെ, കാരണം അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് മാറ്റുക. ഓക്കെ, സോ ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ്. NABL ലാബ് വേണോ 100 ബെഡഡ് ഹോസ്പിറ്റൽ വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് നിങ്ങളുടെ റൂൾസ് ആൻഡ് ലൈക്ക് എന്താ പറയുക, അഡ്വർടൈസ്മെന്റിൽ എന്താണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ആയിരിക്കണം. അത് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 100 ബെഡ് ഹോസ്പിറ്റൽ മാൻഡേറ്ററി പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ NABL ലാബ് ആയാൽ മതി, ചില സ്ഥലങ്ങളിൽ ഏതെങ്കിലും ലാബ് ആയാൽ മതി, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചില സ്ഥലങ്ങളിൽ NABL അക്രഡിറ്റഡ് ലാബ് ഓർ 100 ബെഡഡ് ഹോസ്പിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് NABL ലാബ് ആണ് എന്ന് മെൻഷൻ ചെയ്തിരിക്കണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ. അല്ലെങ്കിൽ എത്ര ബെഡഡ് 400 ബെഡഡ് ഹോസ്പിറ്റൽ ആണ് എന്ന് നിർബന്ധമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ DV-യുടെ സമയത്ത് അവർ നിങ്ങളെ വട്ടം കറപ്പിക്കും. ഓക്കെ, അത് നല്ല രീതിയിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കുന്ന സ്ഥലമാണ് എയിംസ് ന്യൂഡൽഹി എന്ന് പറയും. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം എന്താ പറയുക, രാവിലെ 9 മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി 6 മണി വരെ ഉണ്ടാവും. അത്രത്തോളം സമയം എടുത്തിട്ടാണ് അവർ മെല്ലെ കാര്യങ്ങൾ നോക്കുള്ളൂ. ഒരു ഉടായ്പും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് കാര്യമായിട്ട് നിങ്ങൾ അതെല്ലാം വ്യക്തമായിട്ട് എല്ലാം ആദ്യം തന്നെ എല്ലാം റെഡി ആക്കിയിട്ട് വേണം വരാൻ. കാരണം നിങ്ങൾ ഡൽഹിയിലൊക്കെ വന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോകുന്ന പറഞ്ഞാൽ പോസിബിൾ അല്ല. സോ അതുകൊണ്ട് പിന്നീട് അവർ നമുക്ക് ഫേവറബിൾ രീതി, അതായത് ഇമെയിൽ ചെയ്താൽ മതി, ഞങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ തരും. പക്ഷേ എനിവേ നിങ്ങൾ അതിനൊന്നും സമയം എടുക്കുക, കാരണം ഒക്കെ നമുക്ക് ടെൻഷൻ അടിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആദ്യം ഇതെല്ലാം റെഡി ആക്കി വെക്കുക. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്തു വെക്കുക. ഓക്കെ, അതൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് CRE എക്സാം പാറ്റേൺ ആൻഡ് സിലബസിലേക്ക് വരാം. സോ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, നോട്ട് OMR എക്സാം. ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. കമ്പ്യൂട്ടറിന് മുമ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് പരിപാടി ചെയ്യുന്നതാണ്. ടോട്ടൽ 90 മിനിറ്റ്സ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 400 മാർക്കാണ്. അതായത് ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക്, മൈനസ് മാർക്ക് ഉണ്ട്, നെഗറ്റീവ് മാർക്ക് -1 ആണ് മാർക്ക് വരുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമുക്ക് ക്വസ്റ്റ്യൻസുകൾ കാണാൻ സാധിക്കും. ആൻഡ് ഓൾസോ ഡൊമൈൻ നോളജ്, അതായത് നമ്മുടെ MLT സിലബസിൽ 80 ക്വസ്റ്റ്യൻസ്, നമ്മുടെ MLT സിലബസും 80 ക്വസ്റ്റ്യൻസ്
ശ്രദ്ധിക്കുക, 80 ക്വസ്റ്റ്യൻസ് MLTയിൽ നിന്നും ബാക്കി 20 ക്വസ്റ്റ്യൻസ് ജനറൽ സബ്ജക്റ്റിൽ നിന്നാണ് വരിക. ജനറൽ സബ്ജക്ട് എന്ന് പറയുമ്പോൾ അവിടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, GK, കമ്പ്യൂട്ടർ ഇതെല്ലാം വരുന്നുണ്ട്. ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡിനകത്ത് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ഇംഗ്ലീഷ് ഇതെല്ലാം വരും. ഓക്കെ, ഇതെല്ലാം വരും. ചില വർഷങ്ങളിൽ എന്താ പറയുക, ഇംഗ്ലീഷ് മാത്രമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു CRE 3ക്ക് ഇംഗ്ലീഷ് മാത്രമേ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ CRE 2024 നടന്ന CREയിലേക്ക് ഇത് 3 ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അത് ഓരോ വർഷം മാറാറുണ്ട്. സോ അതെല്ലാം നിങ്ങൾ, അതേപോലെ GK എന്ന് പറയുമ്പോൾ അതിൽ കറണ്ട് അഫയേഴ്സും ചോദിക്കാറുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ നോക്കിയിരിക്കണം. നെക്സ്റ്റ് 5 സെക്ഷൻസ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാത്തിനും കൂടെ ഇപ്പൊ ലൈക്ക് ഒരാൾക്ക് തോന്നുന്നുണ്ടാവും നമുക്ക് കൂടുതൽ സമയം എടുക്കുക ഈ ജനറൽ ക്വസ്റ്റ്യൻസ് കേൾക്കാൻ. ഇപ്പൊ ലൈക്ക് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഒരു മാത്സിന്റെ ക്വസ്റ്റ്യൻ തന്ന ഒരു മിററിന്റെ റിഫ്ലക്ഷൻ ഇമേജ് ഇത്ര സമയത്തിൽ റിഫ്ലക്ഷൻ ഇമേജ് ഇത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കണക്ക് കൂട്ടി ചെയ്യാൻ ചിലപ്പോൾ സമയം എടുക്കും. അതിനൊക്കെ ടെക്നിക്സുകൾ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് 11/60 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അതൊക്കെ ലൈക്ക് നിങ്ങളുടെ ജനറൽ ക്ലാസ്സുകളിൽ പറഞ്ഞുതരും. സോ എനിവേ ഒരാൾക്ക് ചിലപ്പോൾ സമയം എടുക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നെക്സ്റ്റ് സീരിയലുള്ള ആൾ ആരാണെന്ന് കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ സമയം എടുക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ സബ്ജക്ട് ക്വസ്റ്റ്യൻസുകളെല്ലാം പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ കൂടുതൽ സമയം എടുത്തിട്ട് ചെയ്യാമെന്നുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ വരുന്നത് നിങ്ങളുടെ 20 ക്വസ്റ്റ്യൻസിന്റെ 5 സെക്ഷൻസ് ആയിട്ടാണ് വരിക. നിങ്ങളുടെ ഈ 20 ക്വസ്റ്റ്യനും 5 സെഷൻസ് ആയിട്ടാണ് വരിക. ഓക്കെ, നിങ്ങളുടെ സബ്ജക്റ്റിന്റെ ആദ്യത്തെ ഒരു 20 ക്വസ്റ്റ്യൻ വരും. അതിന് 18 മിനിറ്റ് മാത്രമേ സമയം കിട്ടുള്ളൂ. 18 മിനിറ്റിൽ നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസ് ചെയ്യാം. സബ്ജക്റ്റിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, സബ്ജക്ട് ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ സാധാ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അതിന് നിങ്ങൾക്ക് 18 മിനിറ്റ് ഒന്നും വേണമെന്നില്ല. ഓക്കെ, ഒരു 20 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അത്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് പരിപാടി ചെയ്യും. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ലാസ്റ്റ് വരുന്ന ജനറൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടല്ലോ, ആ ജനറൽ ക്വസ്റ്റ്യൻസ് 20നും കൂടെ ആകെ 18 മിനിറ്റേ സമയം കിട്ടുള്ളൂ. ഒരു മിനിറ്റ് പോലും സമയം കിട്ടില്ല. അപ്പൊ അവിടെ മാത്സിന് ക്വസ്റ്റ്യൻസുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതും കണക്ക് കൂട്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ വായിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ദി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, 20 ക്വസ്റ്റ്യൻസിന് 18 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ഓക്കെ, അത് 20 ജനറൽ ക്വസ്റ്റ്യൻസുകളായിരിക്കും വരിക. ആ 20 ജനറൽ ക്വസ്റ്റ്യൻസിന് 18 മിനിറ്റ് സമയം തരുള്ളൂ. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് ആ ഒരു 20 ക്വസ്റ്റ്യൻസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പ്രീവിയസ്ലി നടന്നിട്ടുള്ള നമ്മൾ ചെയ്തെന്ന് മാറ്റി റീകറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കാണാൻ പറ്റില്ല. ആ 20 ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ അതാണ് ഇങ്ങനെ 5 സെഷൻസുകളായിട്ടാണ് അതിനകത്ത് വരിക. ഓക്കെ, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മാറി മാറി വരും. സോ ഇങ്ങനെയാണ് അതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ജനറൽ എന്ന് പറയുന്ന പാർട്ടും കൂടി നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സബ്ജക്റ്റ് എല്ലാം ഈസി ആയിട്ട് ജനറൽ ആയിട്ട് പെരിഫർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ചോദിക്കുക. ബട്ട് ജനറൽ ആണ് മേജർ റാങ്ക് ഡിറ്റർമിനിങ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ജനറൽ സെക്ഷൻസ് 20 ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി ഡൊമൈനിൽ നിന്നാണ് 80 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആൻഡ് നമ്മുടെ ജനറൽ പാർട്ട് മെയിൻ ആയിട്ട് വരുന്ന ഏരിയകൾ ഞാൻ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തതാണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ക്ലാസ്സുകൾ എടുക്കുമായിരിക്കും. സോ അതുകൊണ്ട് ഏതൊക്കെയാണ് നമ്പർ സിസ്റ്റംസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ചില ജനറൽ PSCകൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ ഈസി ആയിരിക്കും. കാരണം ഭയങ്കര ടഫായിട്ടൊന്നും ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറില്ല. SSCകൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ CAT, അങ്ങനെ പല പല ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ വരുന്ന ചില എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻസുകളായിട്ടാണ് വരാറുള്ളത്. സോ ലൈക്ക് യു ക്യാൻ ഓൾസോ get this all things through your YouTube or anything. പല പല ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, ഫ്രീ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വെച്ചുകൊണ്ട് ഈ ജനറൽ പാർട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇത് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്, ഇത് പഠിക്കാതെ പോകരുത്. ദയവ് ചെയ്ത് പറയാനുള്ളതാണ്. കാരണം ഇത് നമ്മൾ റാങ്ക് ഡിറ്റർമിനിങ് ഫാക്ടറാണ്. കാരണം നമുക്ക് പൊതുവേ ഇപ്പോൾ നമുക്ക് ഈ ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആപ്റ്റിറ്റ്യൂഡ് കാര്യങ്ങൾ വളരെ കുറവാണ്. ഓക്കെ, ഈ പറയുന്നത് ഞാനടക്കം. സോ അതുകൊണ്ട് നമ്മളത് കുറച്ചെങ്കിലും അത് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. കാരണം ഇതിനെല്ലാത്തിനും ഓരോരോ ട്രിക്കാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 4:38 എന്ന് പറയുന്ന സമയം തന്നിട്ട് ഇതിന്റെ മിറർ ഇമേജ്, ഒരു ക്ലോക്കിൽ 4:38 എന്ന് പറയുന്ന സമയത്തിന്റെ മിറർ ഇമേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നതാണ് 4:38 വരയ്ക്കുന്നു, എന്നിട്ട് അതിന്റെ മിറർ ഇമേജ് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ അതുപോലെ വരയ്ക്കുന്നു, എന്നിട്ട് അതിന് എഴുതിയെടുക്കുന്ന ഓപ്ഷൻ നോക്കിയിട്ട്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ സമയം എടുക്കും. പക്ഷെ ഇതിന് എളുപ്പവഴി എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് നമുക്ക് എന്താണ് 11:60 എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മിറർ ഇമേജ് കിട്ടും. അങ്ങനെ ഒരുപാട് ഷോർട്ട് കട്ടുകൾ ഈ ഒരു ജനറൽ പാർട്ടിൽ വരുന്നുണ്ട്. അതേപോലെ കലണ്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഏജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, LCM, HCF, അങ്ങനെ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ കുറഞ്ഞ ദിവസം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റും തോന്നുന്നില്ല. പക്ഷെ ഇനി അതിൽ വളരെ കുറഞ്ഞ കാര്യങ്ങൾ, അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, സോ അത് ജസ്റ്റ് അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, ജനറൽ നോളജിലൊക്കെ മെയിനായിട്ട് അവാർഡ്സുകൾ, ലാർജസ്റ്റ് ഏതാണ്, ഓൾഡസ്റ്റ് ഏതാണ്, അതേപോലെ തന്നെ ഈ ആർട്ടിക്കിൾസുകൾ അതൊക്കെ ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾസ് പുതിയതായിട്ട് വന്നുള്ള ആർട്ടിക്കിൾസുകൾ, അതേപോലെ തന്നെ പ്ലാൻസുകൾ, പ്രോഗ്രാംസുകൾ, ഗവൺമെന്റിന്റെ പ്രോഗ്രാംസുകൾ ഏതൊക്കെയാണ്, അതേപോലെ ഓസ്കാർ, ഫിഫ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുക. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജിൽ അതിന്റെ OS ഏതാണ്, അതേപോലെ തന്നെ ചില അബ്രീവിയേഷൻസ് കൊടുത്തിട്ട് അതെന്താണ്, മുമ്പ് ചോദിച്ചിരുന്നു QR-ന്റെ അബ്രീവിയേഷൻസ്,
അങ്ങനെ ലൈക്ക് അതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ്, ഈസി ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് പൊതുവെ ചോദിക്കാറുള്ളത്. സോ അതും നിങ്ങൾ നോക്കണം, വെറുതെ സബ്ജക്റ്റ് മാത്രം നോക്കി പോകരുത്, ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു കാര്യം ജസ്റ്റ് ഓർമ്മിപ്പിക്കുക. ആൻഡ് നെക്സ്റ്റ്, കോമൺ മിസ്റ്റേക്സ്. സാധാരണ രീതിയിൽ ഒരാൾക്ക് ഒരു CRE പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ, ഒരു ആസ്പിരന്റ് ചെയ്യുന്ന കോമൺ മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ മാത്രം നോക്കി പോകും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ കിട്ടാറില്ല. സാധാരണ നമ്മൾ PSCയുടെ കേസിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് 5, 10, 15 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ കിട്ടും അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടില്ല. കാരണം ഇത് CBT എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസുകൾ കിട്ടില്ല. ഇത് RRB എക്സാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ CBT ആണെങ്കിൽ പോലും നമുക്ക് എന്താണ് അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാറുണ്ട്. അത് നമ്മുടെ ഇതിൽ വരും, നമ്മുടെ പോർട്ടലിൽ വരും. പക്ഷെ ഇവിടെ അങ്ങനെ ക്വസ്റ്റ്യൻസുകൾ വരുന്നില്ല. പക്ഷെ മെമ്മറി ബേസ്ഡ് ആയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പല ആളുകൾ ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇന്ന ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ നമ്മൾ സർക്കുലേറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അത് മാത്രം നോക്കിയാൽ പോരാ. കാരണം പറയാനുള്ളത്, ചില സമയങ്ങളിൽ ചില പോർഷനിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു വർഷം കൂടുതൽ ചോദിച്ചത് പാത്തോളജി ഭാഗത്തു നിന്നായിരിക്കും, മറ്റൊരു വർഷം കൂടുതൽ ചോദിച്ചത് മൈക്രോബയോളജി ഭാഗത്തു നിന്നായിരുന്നു. അങ്ങനെ പല വർഷവും പല ഏരിയയിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് അത് നോട്ട് എൻറ്റയർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അതേപോലെ തന്നെ ജനറൽ സെക്ഷൻസ് ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. അത് ഒരു റാങ്ക് ഡിറ്റർമിനിങ് ഫാക്ടർ എന്ന് പറയുന്നത് ജനറൽ സെക്ഷൻസ് ആണ്. കാരണം നിങ്ങൾ ഒരു കേരള PSCക്കോ അല്ലെങ്കിൽ ഒരു കേരളത്തിലെ ഒരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതിന്റെ സബ്ജക്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, വളരെ പെരിഫറൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും മിക്കവാറും. അതായത് 80 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിലൊരു 60 ക്വസ്റ്റ്യൻസും വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് ഒരുവിധം എല്ലാവരും ആൻസറും ചെയ്യും. പിന്നെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാം, അത് ഒരുവിധം എല്ലാവരും ആൻസർ, നിങ്ങൾക്ക് വളരെ ഈസിയായി തോന്നുന്ന സംഭവം ഒരുവിധം എല്ലാവർക്കും വളരെ ഈസി തന്നെ ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ ടഫ് ആയിരിക്കും. പക്ഷെ ആ ജനറൽ പാർട്ടൊക്കെ നന്നായിട്ട് പഠിച്ചു പോയിട്ടുള്ള, അത് പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് ഈസി ആയിരിക്കും. അപ്പൊ അവരെന്താണ് അവിടെ ആ 20ൽ ചിലപ്പോൾ ഒരു 10ഉം കൂടെ ചെയ്യും. അപ്പൊ അവർക്ക് എന്താണ് അവിടെ 70 ക്വസ്റ്റ്യൻസ് കറക്റ്റായി. അപ്പൊ അങ്ങനെ അവിടെ എന്താണ് അവർ അടിച്ചു കയറാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ജനറൽ സെക്ഷൻസും നിങ്ങൾ പഠിച്ചിരിക്കണം. ആൻഡ് ഓർ ഫോക്കസിങ് ഓൺ ദ വൺ സബ്ജക്ട്. ചില ആളുകൾ പറയും, കഴിഞ്ഞ വർഷം മൈക്രോ എന്നാണ് കുറെ ചോദിച്ചത്, അതുകൊണ്ട് മൈക്രോ മാത്രം പഠിച്ചു പോയാൽ മതി. അങ്ങനെ പ്രിപ്പയർ ചെയ്യരുത്. ചിലപ്പോൾ ഈ വർഷം ചിലപ്പോൾ ബയോകെമിസ്ട്രി ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക, ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ചോദിച്ചേക്കാം. അങ്ങനെ ഒരു കൃത്യമായുള്ള വെയിറ്റേജ് ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചേക്കാം. ചിലപ്പോൾ ബയോകെമിസ്ട്രിന്ന് ചോദിക്കും, ചിലപ്പോൾ പത്തോളജിന്ന് ചോദിക്കും, ചിലപ്പോൾ മൈക്രോബയോളജിന്ന് ചോദിക്കും, ചിലപ്പോൾ എല്ലാ ഭാഗത്തും ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ ഒരു സബ്ജക്റ്റ് മാത്രം ഓവർ ഫോക്കസ് ചെയ്ത് പോകരുത്. ഓക്കെ, ചിലപ്പോൾ പല ആളുകൾ പറയും കഴിഞ്ഞ വർഷം അതായിരുന്നു കൂടുതൽ ചോദിച്ചത്, അങ്ങനെ ഒന്നും പറഞ്ഞ് അതൊന്നും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അത് മാത്രം പഠിച്ചു പോകും. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, പക്ഷെ എന്താണ്, അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകരുത്. കാരണം എക്സാമിനേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ ലൈക്ക് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ മാറിയേക്കാം. സോ അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കുക. ആൻഡ് നിങ്ങൾ ഒരുപാട് ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസുകൾ വളരെ ഒരു മാസം മാത്രമേ സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായുള്ള ബേസ് ഉണ്ടാക്കാനൊന്നും ഇനി പോകരുത്. കാരണം ഡീപ്പ് നോളജ് ഉണ്ടാക്കാനുള്ള ഒരു സമയം ഇനി ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഡയറക്റ്റ് ആയുള്ള ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ പെരിഫറി ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുള്ളൂ. ഇപ്പൊ ലൈക്ക് ഒരാൾക്ക് ഒരു മോളിക്കുലർ ബയോളജി ഭയങ്കര ടഫാണെന്ന് വിചാരിക്കുക, അപ്പൊ നിങ്ങൾ ജസ്റ്റ് നൈസായിട്ട് അത് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് അടുത്ത പോർഷൻസുകൾ നോക്കുക, ബാക്കിയുള്ള പോർഷൻസുകൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, അല്ലാതെ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഉള്ളതും കൂടെ പോകരുത്. ഓക്കെ, അത് നമ്മൾ പഠിക്കുന്ന സമയത്ത്. ഇനി അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ പറയുക, ജനറൽ ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് 18 മിനിറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കുറേ കണക്കൊക്കെ ചോദിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾക്കാണെങ്കിൽ അത് ഒരു ഐഡിയ ഇല്ല, വെറുതെ ആ ക്വസ്റ്റ്യൻ വായിച്ച് കുറേ സമയം കളയുന്നതിനായിട്ട് നല്ലത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതിന് ശേഷം ബാക്കി സമയം ഉണ്ടെങ്കിൽ എന്താ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസിലേക്ക് വരിക. അങ്ങനെയും ചെയ്യണം. അല്ലാതെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയുള്ള ഭയങ്കര നിങ്ങൾക്ക് കിട്ടില്ല എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വെറുതെ ആയിരുന്നു കിടന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ മാത്സ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒക്കെ പ്രശ്നം അതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടെങ്കിൽ ചിലപ്പോൾ ഈസിയാണ്, ഇപ്പൊ കിട്ടും വിചാരിച്ചു. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും 20 + 20 + 30 + 40 + ഇൻറ്റു ഇതൊക്കെ മറ്റേ ബോർഡ് മാസ് എന്നാണ് ഇതിന് പറയാം. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. നമുക്ക് കണ്ട് ഇത് കൂട്ടാനും കുറക്കാനൊക്കെ അല്ലേ ഉള്ളൂ ചോദിക്കും, അല്ലെങ്കിൽ ഏജ് വൈസ് ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കും. സോ അതിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. അല്ലാതെ അതിന് കിടന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സമയം പോകും. സോ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആൻഡ് എക്സസീവ് ഗസ്സിങ്. ചില ആളുകളുണ്ട് ഓപ്ഷൻസ് നോക്കിയിട്ട് ഓപ്ഷൻസ് 51, 31, 41, 21 സെന്ററിലുള്ള സംഖ്യ 31 കൊടുക്കാം അല്ലെ. അങ്ങനെയൊക്കെ ഗസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കറക്കി കുത്തിയിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. ചില സമയത്ത് ശരിയാവാറുണ്ട്, പക്ഷെ അത് എല്ലായ്പ്പോഴും അത് ശരിയാവണമെന്നില്ല. ഇറ്റ് വിൽ ലീഡ്സ് ടു നെഗറ്റീവ് മാർക്കിംഗ്. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ റാങ്ക് താഴോട്ടേക്ക് പോകും. നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് കൂടിക്കഴിഞ്ഞാൽ റാങ്ക് ഡെഫിനറ്റ്ലി താഴോട്ടേക്ക് പോകും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 15,000 ആൾക്കാർ എഴുതുന്ന എക്സാമിൽ നിങ്ങളുടെ ഒരു 0.1 മാർക്ക് മതി നിങ്ങളെ ഒരുപാട് പിന്നിലേക്കാക്കാൻ.
ഒരു റാങ്ക് 1 ഒരാളാണെന്നുണ്ടെങ്കിൽ, എനിക്ക് മുമ്പ് വന്നത് 325 മാർക്കായിരുന്നു. ആ സമയത്ത് നമ്മുടെ റാങ്ക് 2 വരുന്ന സമയത്ത് ഒരു 30 മാർക്ക് ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. സോ റാങ്ക് 3 വരുന്ന സമയത്ത് ഒരു 20 മാർക്ക് ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ കുറഞ്ഞു വരും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു 25 റാങ്ക് ഒക്കെ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ 20 റാങ്ക് ഒക്കെ എത്തുന്ന സമയത്ത് പിന്നെ 1 മാർക്കിന് ഡിഫറൻസ് ആയിരിക്കും. പിന്നെ സെയിം മാർക്കിന് തന്നെ ഒരു 275 മാർക്കുള്ള ഒരേ മാർക്കുള്ള ഒരു 5-10 ആൾക്കാരുണ്ടാവും. ആൻഡ് ദെൻ പിന്നെ അടുത്ത് 274.8 ഒരു 5,000 ഉണ്ടാവും. അങ്ങനെ പോകും. അതായത് ഒരു 100-200 ഒക്കെ എത്തുന്ന സമയത്ത് ഒരേ മാർക്കിൽ തന്നെ ഒരേ പോയിന്റ് ഒരു 118.2 മാർക്കുള്ള ഒരു 10-20 പേരൊക്കെ ഉണ്ടാവും. സോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഒരു 0.1 മാർക്ക് മതി. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചതുകൊണ്ടാണല്ലോ എത്രയും റാങ്ക് പോയത് എന്നുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻ ഒരു 0.1 മാർക്ക് കുറഞ്ഞാൽ പോലും അത് നമ്മുടെ റാങ്ക് ഒരുപാട് പിന്നിലേക്ക് വരും. കാരണം ഒരുപാട് ആളുകൾ എഴുതുന്ന ഒരു എക്സാം ആണ്. സോ നിങ്ങൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. നെഗറ്റീവ് മാർക്ക് മാക്സിമം കുറക്കുക. വെറുതെ ഒരു ഓവർ ഗസ്സിങ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ഒരു 50-50 ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഗസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കാരണം അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഗസ്സിങ്ങിലേക്ക് പോകരുത്. ആൻഡ് നോട്ട് മാനേജിങ് സെക്ഷൻ വൈസ് ടൈം പ്രോപ്പർലി. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നിങ്ങൾ ആ ഒരു ടൈം പ്രോപ്പർലി മാനേജ് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളെ ബുദ്ധിമുട്ടാക്കും. സോ ദീസ് ആർ ദ മേജർ കോമൺ മിസ്റ്റേക്സ് മെയ്ഡ് ബൈ ദ ആസ്പിറൻസ് ഫോർ ദ CRE. CRE എക്സാം സാധാരണ ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ആൻഡ് ഒരു എഫക്റ്റീവ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മെയിനായിട്ട് നിങ്ങൾ ബിൽഡ് ഫണ്ടമെന്റൽസ്. നിങ്ങൾ ഒരു ബേസിക് നോളജ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഒരു എന്താ പറയാ, അതായത് ഞാൻ പുതുതായിട്ട് പഠിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓൾറെഡി പഠിച്ചിട്ട് ഫ്ലോയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എല്ലാ ഭാഗവും പഠിച്ചിട്ട് പോകും. ബാക്കി പുതുതായിട്ട് പഠിക്കുന്ന ഒരാളുകൾ, ചിലപ്പോൾ ഒരു അക്കാഡമിക് ഗ്യാപ്പ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്താ പറയാ, ഈ ഒരു ഇപ്പൊ മൈക്രോബയോളജിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെല്ല് മുതൽ അങ്ങ് വൈറോളജി, ബാക്ടീരിയോളജി, പാരസിറ്റോളജി, മൈക്കോളജി എല്ലാം കൂടെ പഠിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ നോട്ട് പോസിബിൾ. ബേസ് ഉണ്ടാക്കി പോകുമ്പോൾ. പക്ഷെ നിങ്ങൾ എന്താണ് അതിനെല്ലാം കട്ട് പോയിന്റ്സുകളാക്കി ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് AI ആണ്, അല്ലെ? ചാറ്റ് GPT-യിലോ ജെമിനിയിലോ ക്ലൗഡിലോ ഒക്കെ കൊടുത്തിട്ട് പെർപ്ലെക്സിറ്റിയിലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ് കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്നുള്ള കീ പോയിന്റ്സുകൾ തരാൻ പറയുക, അല്ലെങ്കിൽ 1 ലൈനേഴ്സ് ആയിട്ട് തരാൻ പറയുക. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരതിനനുസരിച്ച് 1 കീ പോയിന്റ്സുകളായിട്ട് തരും. ഓക്കെ, ആ കീ പോയിന്റ്സുകൾ ഇങ്ങനെ അറ്റ്ലീസ്റ്റ് അതെങ്കിലും പഠിച്ചിട്ട് പോവുക. ഓക്കെ, അതിലെല്ലാം വരുമെന്നല്ല, നമുക്ക് എന്നാലും മെജോറിറ്റി ഓഫ് ദ കാര്യങ്ങളൊക്കെ അതിൽ വരും. ഓക്കെ, അതേപോലെ തന്നെ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, നോട്ട്ബുക്ക് എല്ലാം. അപ്പൊ അതിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ വലിയ ഡോക്യുമെന്റ്സുകൾ വളരെ കീ പോയിന്റ്സുകളായിട്ട് അവർ തരും. ഇതിലെല്ലാം ഇൻക്ലൂഡ് ആവുന്ന ഒരിക്കലും പറയുന്നില്ല, പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജിലേക്ക് അതിനെ അവർ കൺസൈസ് ചെയ്ത് തരും. ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സുകളൊക്കെ അവർ കൺസൈസ് ചെയ്ത് തരും. അല്ലാതെ നിങ്ങൾക്കൊരു ഒരു എന്താ പറയുക, അപൂർവ ശാസ്ത്രിയുടെ അല്ലെങ്കിൽ ജഗദീഷ് ചന്ദ്ര അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വായിക്കാനുള്ള ഒരു സമയമില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പെരിഫറൽ നോളജ് ഉണ്ടാക്കാൻ ശ്രമിക്കുക, പുതുതായിട്ട് പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. ബാക്കിയുള്ള ആളുകളൊക്കെയാണ് നിങ്ങൾക്ക് എവിടെയാണോ വീക്ക് ആയിട്ടുള്ളത് അത് കാര്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ആൻഡ് ഫോക്കസ് ഓൺ ദ ജനറൽ സബ്ജക്ട്സ് ഓൾസോ. ജനറൽ സബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്യുക, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസുകൾ, ദ മോർ യു പ്രാക്ടീസ് യുവർ ക്വസ്റ്റ്യൻസ്, ദ മോർ യു വിൽ ഗെറ്റ് ദ മോർ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾ ഒരു എന്താ പറയുക, ക്ലോക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാക്സിമം ഒരു 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതൊന്ന് ചോദിക്കുള്ളൂ. ഓക്കെ, 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. മാക്സിമം 5 or 6 ക്വസ്റ്റ്യൻസ് അതിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ 5 ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, അതിന്റെ റിഫ്ലക്ഷൻ, മിറർ ഇമേജ് ചോദിക്കും. മിറർ ഇമേജ് ഞാൻ എക്സാമ്പിൾ പറയാണ്, മിറർ ഇമേജ്. അതേപോലെ തന്നെ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ്സ് ഹാൻഡ് ആൻഡ് ഹവർ ഹാൻഡ്, ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ്സ് ഹാൻഡ് ആൻഡ് സെക്കൻഡ്സ് ഹാൻഡ്, അതേപോലെ തന്നെ ടൈം ടേക്കൺ ടു കോയിൻസൈഡ് ടു ഹാൻഡ്സ്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. സോ അതൊക്കെ അങ്ങനെ ആ ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുള്ളൂ. സോ അത് നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്യുക. അതിന് ഓരോരോ ടെക്നിക്സുകൾ, ഓരോരോ ഫോർമുലകളുണ്ട്, അതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ കലണ്ടർ, അങ്ങനെയൊക്കെ ഓരോരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ. അതിൽ നിന്ന് അങ്ങനത്തെ അതിന്റെ വാല്യൂ മാറ്റിയിട്ട് അതിന്റെ ആളെ പേര് രാമു എന്നുള്ളത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പേര് മോഹനോ അങ്ങനെ എന്തെങ്കിലും പേര് മാറ്റിയിട്ട് കൊടുക്കും. സോ അത്തരത്തിൽ സിമിലർ ക്വസ്റ്റ്യൻസുകൾ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ക്വസ്റ്റ്യൻസുകൾ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ വർക്ക്ഔട്ട് മോർ ക്വസ്റ്റ്യൻസ്. ആൻഡ് ഓൾസോ ഇൻ ദി സബ്ജക്റ്റിന്റെ കേസുകളിൽ നിങ്ങൾ എന്താ മാക്സിമം ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ലാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകളിൽ നിന്ന് മറ്റുള്ള പല സോഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യുക. ആൻഡ് മോക്ക് ടെസ്റ്റുകൾ, ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അപ്പിയർ ചെയ്യാൻ ശ്രമിക്കുക. പല ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ പല നാഷണൽ വൈഡ് പല സെന്ററുകളും പല സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അതൊക്കെ ജസ്റ്റ് മാക്സിമം അറ്റൻഡ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് അത് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക, ഈ ജനറൽ സബ്ജക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. ആൻഡ് നെക്സ്റ്റ് റിവിഷൻ നിങ്ങൾ
മാക്സിമം നിങ്ങളുടെ പോയിന്റ്സുകളെല്ലാം 1 പേജ് നോട്ട്സ്, ഫ്ലാഷ് കാർഡുകൾ, ഫ്ലോ ചാർട്സുകൾ, ടാബിൾസ്, ന്യൂമോണിക്സുകളൊക്കെ ആക്കിയിട്ട് പഠിക്കുക. അതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ തിയറി ക്ലാസ്സുകൾ സാധാരണ എല്ലാ ആസ്പിറൻസിനോട് പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ പഠിക്കുക എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓർമ്മ കിട്ടും. ഓക്കെ, സോ സ്റ്റഡി കൺസെപ്റ്റ്സ്, പ്രാക്ടീസ് MCQs, റിവൈസ്, മോക്ക് ടെസ്റ്റ്. ദീസ് ആർ ദ മേജർ ഫ്ലോ ഓഫ് ദിസ് എവറി എക്സാമിനേഷൻ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, സ്റ്റഡി കൺസെപ്റ്റ്സ്, പ്രാക്ടീസ് MCQs, റിവൈസ്, മോക്ക് ടെസ്റ്റ്. ആൻഡ് ദിസ് അത് സ്കോർ കാർഡ് കൊടുത്തതാണ്. സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം റോങ് ആൻസേഴ്സ് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 400 ആണ് നമ്മളുടെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. സോ അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമുക്ക് റാങ്ക് ഇപ്പോൾ ഒരു ഫസ്റ്റ് 5 റാങ്കിലുള്ള ആളുകൾക്ക് തമ്മിൽ അവരുടെ മാർക്ക് ഡിഫറൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹ്യൂജ് ആയിരിക്കും. പക്ഷെ താഴോട്ടേക്ക് വരുന്നതിനനുസരിച്ചിട്ട് അവരുടെ മാർക്ക് ഡിഫറൻസ് എന്ന് പറയുന്നത് അതിങ്ങനെ കുറഞ്ഞു വരും. അത് പിന്നെ പോയിന്റ് 1ലേക്ക് എത്തും. അങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്താ പറയുക, നമ്മളുടെ ക്വസ്റ്റ്യൻസുകൾ ഗസ് അടിക്കുന്നത് മാക്സിമം കുറക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഞാൻ പ്രീവിയസ്ലി എൻ്റെ ഒരു സ്കോർ കാർഡ് ജസ്റ്റ് കൊടുത്തതാണ്. ഇങ്ങനെ ഒരു സ്കോർ കാർഡ് നമുക്ക് കിട്ടും. ആ സ്കോർ കാർഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് എത്രയാണ്, നമ്മൾ എലിജിബിൾ ആണോ ഇന്നെലിജിബിൾ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷമാണ് നമ്മളുടെ ഓപ്ഷൻ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരിക. ആൻഡ് ടൈം മാനേജ്മെന്റ്, നിങ്ങൾ വർക്കിംഗ് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഫുൾ ടൈം ആയിട്ട് ഇതിന് ഇരിക്കുന്ന ആളുകളുണ്ടാവും. സോ വർക്കിംഗ് കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് ഡേയിൽ ജോലി കഴിഞ്ഞ് വന്ന് ജനറൽ ഷിഫ്റ്റിലൊക്കെ ആളുകളാണെന്നുണ്ടെങ്കിൽ 6 മണി 7 മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ രാത്രി 3 to 5 hours, രാത്രി രാവിലെയൊക്കെ ആയിട്ട് 3 to 5 hours മിനിമം നിങ്ങൾ പഠിക്കാം. മിനിമം ടൈമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഫുൾ ടൈം വീക്കെൻഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 to 10 hours മിനിമം ഇരിക്കാൻ പറ്റും. ഞാൻ ഒരു മാസമേ ഉള്ളൂ, ആ ഒരു മാസം നിങ്ങൾ കഷ്ടപ്പെടുക. ഓക്കെ, കുറേ നമ്മൾ PSC പോലെ ഒരു വർഷം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല. ഒരു മാസം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ആ ഒരു മാസം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലീഷർ ആക്ടിവിറ്റീസ് ഒക്കെ മാറ്റി വെക്കേണ്ടി വരും. നിങ്ങളുടെ വാല്യുബിൾ ടൈംസ് നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. അതൊക്കെ മാറ്റി വെക്കുക. തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഫുൾ ടൈം ആസ്പിറൻസ് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 6 to 8 hours എങ്കിലും പഠിക്കുക. കൂടുതൽ സമയം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സാച്ചുറേറ്റഡ് ആയിട്ട് പോകും. കാരണം നമുക്ക് വളരെ കുറഞ്ഞ ദിവസമുള്ളൂ എന്നുള്ള ഒരു ടെൻഷൻ നമ്മുടെ മൈൻഡിലുണ്ടാവും. അതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ ഇരുന്ന് പഠിക്കേണ്ട. നിങ്ങൾ കുറഞ്ഞ സമയം നമ്മുടെ പൊമഡോറോ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. കുറച്ച് സമയം റിലാക്സ് ചെയ്യുക, കുറച്ച് സമയം പഠിക്കുക. അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഓവർ സാച്ചുറേറ്റഡ് ആയിട്ട് പോകരുത്. ആൻഡ് എക്സാം ഹോൾ സ്ട്രാറ്റജിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ എന്ത് ചെയ്യുക, ഈസി ക്വസ്റ്റ്യൻസ്, അതായത് ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് നിങ്ങളെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ 20 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ നോക്കുക, ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം മാർക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും സമയം ഉണ്ടാവും, എന്നിട്ട് തിരിച്ച് വീണ്ടും വരിക. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ മോഡറേറ്റ് ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ്, അതായത് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഗസ് അടിച്ചിട്ട് ആൻസർ ചെയ്യുക, അല്ലാതെ നിങ്ങൾ ആൻസർ ചെയ്യാൻ പോകരുത്. ആൻഡ് ഓൾസോ ഇവിടെ CBT എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് റീ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു A എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തെന്ന് വിചാരിക്കുക. പിന്നീട് നിങ്ങൾ 3rd 4th ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പോഴാണ് അതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കൊടുത്തത് തെറ്റാണല്ലോ, B ആണല്ലോ, തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് അത് മാറ്റി കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ A ആണോ B ആണോ ഒരു ഡൗട്ട് ഉണ്ട്. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി A ആയിരിക്കാനാണ് ചാൻസ്. പക്ഷെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ ഡൗട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. റിവ്യൂ, മാർക്ക് ദ റിവ്യൂ, നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ റിവ്യൂ മാർക്കിങ്ങിൽ ഇട്ടിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ആവുന്ന സമയത്ത് അത് ആൻസർ ആയിട്ട് മാറും. ഇനി അത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, റിവ്യൂവിൽ മാത്രമാണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് നോൺ ആൻസറിങ് ആയിട്ടാണ് പോവുക. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് റിവ്യൂ ആയിട്ട് മാറ്റാൻ പറ്റും. കാരണം പിന്നീട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഡൗട്ടുള്ള ക്വസ്റ്റൻസിലേക്ക് പെട്ടെന്ന് ഈസിലി തിരിച്ചെത്താൻ പറ്റും. സോ അത് എല്ലാ CBT എക്സാമിനും വരുന്നതാണ്. സോ ആദ്യമായിട്ട് CBT എക്സാം എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അങ്ങനെ ഒരു നിങ്ങൾക്ക് ഫ്ലാഗ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റൻസുകൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫ്ലാഗ് ചെയ്ത് വെക്കുക. അങ്ങനെ ഈസിലി നിങ്ങൾക്ക് എന്താണ് തിരിച്ചെത്താൻ സാധിക്കും. ഓക്കെ, so this all are about this session. So CR is not won by studying the most, it is won by those who revise the most and make the fewest mistakes on the exam day. നിങ്ങളെ എക്സാം ദിവസത്തിൽ വളരെ കുറഞ്ഞ മിസ്റ്റേക്കുകൾ ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതലായിട്ട് റാങ്ക് കിട്ടുക. സോ അതുകൊണ്ട് അതിനു വേണ്ടി നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുക, മാക്സിമം നിങ്ങളുടെ എഫേർട്ട് എടുക്കുക. വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. ഓക്കെ, ആ ഒരു മാസം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മെനക്കെടുക. എന്നിട്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. സോ മാക്സിമം ഇനിയിപ്പോൾ പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എക്സാം ഒക്കെ വെറുതെ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് പോകണോ എന്നുള്ളത് നിങ്ങൾ പിന്നീട് ചിന്തിക്കുക. ഓക്കെ, സോ അതേപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല റാങ്ക് കിട്ടി കഴിഞ്ഞാൽ പോലും ഈ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് പലർക്കും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു 1 year എക്സ്പീരിയൻസ് ഉള്ള ഒരാള്, നിങ്ങൾ റാങ്ക് 2 വന്നു, ഫസ്റ്റ് റാങ്ക് വന്നു നിങ്ങൾക്ക്. ഓക്കെ, ഫസ്റ്റ് റാങ്ക് വന്നു. പക്ഷെ നിങ്ങൾക്ക് 1 year എക്സ്പീരിയൻസേ ഉള്ളൂ. 1 year എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഫസ്റ്റ് ഓപ്ഷൻ പോയിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ MLT പോസ്റ്റ്, 2 year എക്സ്പീരിയൻസ് വേണ്ട ഒരു പോസ്റ്റിന് ആൾ അപ്ലൈ ചെയ്തു.
ഓക്കെ, 2 ഇയർ പോസ്റ്റ് 2 ഇയർ എക്സ്പീരിയൻസ് വേണ്ട ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്തു. ആളെ അവിടെ ഡെഫിനറ്റ്ലി DVക്ക് വിളിക്കും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോയപ്പോൾ ആളടുത്ത് 1 ഇയർ എക്സ്പീരിയൻസേ ഉള്ളൂ, അയാൾ അവിടുന്ന് റിജക്ട് ചെയ്തു. പിന്നീട് അയാളുടെ താഴത്തേക്കുള്ള ഓപ്ഷൻസിലേക്കൊന്നും അയാളെ പരിഗണിക്കില്ല. ഓക്കെ, അതാണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ആൾക്ക് ഫസ്റ്റ് റാങ്ക് ആയിട്ട് പോലും അയാൾക്ക് എന്താണ് അവിടെ ആ ഒരു ഓപ്ഷൻ നഷ്ടമായി പോയി. സോ അതുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ വളരെ വൈസ്ലി മാത്രം ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അത് NABL അക്രഡിറ്റഡ് ലാബാണോ 100 ബെഡഡ് ഹോസ്പിറ്റലാണോ എന്നുള്ളതൊക്കെ കാര്യമായിട്ട് നോക്കുക. പലർക്കും മറ്റേ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പലർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസുകൾ കൊടുക്കുക. ഓക്കെ, എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് JMLT പോസ്റ്റ് ഏജ് നോക്കുമ്പോൾ, അതായത് ഏജ് OBCക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ ഏജ് റിലാക്സേഷൻ കിട്ടും. SC ആണെന്നുണ്ടെങ്കിൽ 5 ഇയർ ഏജ് റിലാക്സേഷൻ കിട്ടും. ഇപ്പോൾ JMLT പോസ്റ്റ് 27 ഏജ് വരെയാണ് എഴുതാൻ പറ്റുക. ഒരു OBC കാരനാണെന്നുണ്ടെങ്കിൽ +3 30 ഇയർ ഏജ് വരെ എഴുതാൻ പറ്റും. എൻ്റെ SC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 32 വരെ എഴുതാൻ പറ്റും, 33 വരെ എഴുതാൻ പറ്റും. സോ അങ്ങനെ അത്തരത്തിൽ 32 വരെ എഴുതാൻ പറ്റും. സോ അത്തരത്തിൽ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് നോക്കിയിട്ട് ലെവൽ മാത്രം നോക്കാതെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യാൻ ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ if there is any doubt you can ask. ലെങ്തി ആയി പോയോ എന്നുള്ള എനിക്കറിയത്തില്ല. ക്വസ്റ്റ്യൻസുകൾ ചാറ്റ് ബോക്സിൽ പറഞ്ഞാലും മതി, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാലും മതി. ലെങ്തി ഒന്നും ആയിട്ടില്ല, എല്ലാം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ മുർഷി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു? അതായത് റിഗാർഡിംഗ് എക്സ്പീരിയൻസ്, കണ്ടോ? ഓക്കെ, കണ്ടോ. റിഗാർഡിംഗ് എക്സ്പീരിയൻസ്, ഇഫ് നോട്ട് മെൻഷൻഡ് എക്സ്പീരിയൻസ് ഇൻ NABL അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ, is it possible to use the experience of outside of India? അതില് ഇവരുടെ അഡ്വർടൈസ്മെന്റിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പേ സ്കെയിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഡെസിഗ്നേഷൻ നെയിം, ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിനി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രശ്നമില്ല. പക്ഷെ അത് നിങ്ങളുടെ DVക്ക് പോകുന്ന സമയത്ത്, ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്തുള്ള അവിടെ ഇരിക്കുന്ന ഒഫീഷ്യൽസിനെ അനുസരിച്ചിരിക്കും ഫുള്ള് കാര്യങ്ങൾ. ചില ആളുകൾ അത് ഗവൺമെന്റ് ആക്കി വിടാറുണ്ട്, ചില ആളുകൾ അത് പ്രശ്നമാക്കാറുണ്ട്. സോ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള NABL ആണോ NABH ആണോ, ബെഡഡ് ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ എത്ര ബെഡഡ് ഹോസ്പിറ്റലാണ്, ഇതെല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഔട്ട്സൈഡ് ഇന്ത്യ കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഔട്ട്സൈഡ് ഇന്ത്യയുടെ കാര്യം നിലവിൽ അങ്ങനെ എൻ്റെ ഒരു അറിവിൽ ആരും ജോയിൻ ചെയ്തിട്ടില്ല ഔട്ട്സൈഡ് ഇന്ത്യ എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പോൾ അത് മേ ബി അതൊരു പ്രോബ്ലം ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷിച്ചിട്ടില്ല. ഞാൻ പിന്നീട് അത് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ ചോദിച്ചിട്ട് ഞാൻ പറയാം. പക്ഷേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 ഇയർ അല്ലെങ്കിൽ വിത്തിൻ 1 ഇയർ നമ്മളുടെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ് ഉണ്ട്, പോലീസ് വെരിഫിക്കേഷൻ. അപ്പോൾ അതിൽ നമ്മുടെ പേഴ്സണൽ വെരിഫിക്കേഷൻ, നമ്മുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് വെരിഫിക്കേഷൻ ഇതെല്ലാം നടക്കും. അപ്പോൾ അത് വിത്തിൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം, കാരണം നമ്മുടെ പോലീസ് സ്റ്റേഷൻ ത്രൂ ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അത് വിത്തിൻ ഇന്ത്യ ആവുന്ന സമയത്ത് അത് ഈസിലി നടക്കും. പക്ഷെ ഔട്ട്സൈഡ് ഇന്ത്യ ആവുന്ന സമയത്ത് അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുകളുണ്ട്. സോ അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. അത് കൂടുതലായിട്ട് അന്വേഷിച്ചിട്ട് അതിനെ കുറിച്ചിട്ട് പറയാം. കാരണം കുറെ പേര് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറെ പേര് മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാറാൻ വേണ്ടി നോക്കുന്നുണ്ട്, മിഡിൽ ഈസ്റ്റ് അല്ല അബ്രോഡിൽ നിന്ന് കുറെ പേര് മാറാൻ നോക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അത് ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ട് പറയാം. എനി അതർ ക്വസ്റ്റ്യൻസ്? എനിവൺ അറ്റൻഡിങ് ALS? May I ask a question? Is the paramedical council registration certificate mandatory for this exam? അതിൽ PMC സർട്ടിഫിക്കറ്റ് up to yet now not mandatory. ഇതുവരെ നിലവിൽ നിർബന്ധമില്ല. അത് PMC ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. പക്ഷേ അതിലും ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു എയിംസ് ജമ്മു ആണോ അതോ ESIC ജമ്മു ആണോ ഏതോ ഒരു സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, PMC സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ട്സൈഡ് കേരള പഠിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. എയിംസ് ഡൽഹിയിലൊന്നും അങ്ങനെ ഒരു PMCയുടെ ഒരു പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷന്റെ ഒരു ആവശ്യകത വന്നിട്ടില്ല. അത് കാരണം അത് മാൻഡേറ്ററി ആയിട്ട് പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു കുഴപ്പം ഇല്ല. എന്തായാലും DV അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞല്ലോ, DVക്ക് ഇരിക്കുന്ന ആളുകൾ അനുസരിച്ചിട്ടും പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങളെല്ലാം വരിക. അപ് ടു യെറ്റ് നൗ ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് 2 ഇയർ കംപ്ലീറ്റ് ആവാൻ 10 days കുറവുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റബിൾ ആവും. ഈവൻ ഇറ്റ് ഈസ് 1 day ഇറ്റ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. അതായത് നിങ്ങൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അപ്ലൈ ചെയ്യുന്ന, അതായത് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വന്നത് 3rd അല്ല, July 3rd അല്ല, ആ July 3rd വരെയുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കൗണ്ട് ചെയ്യുക. അതുവരെ നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവരെയുള്ള എക്സ്പീരിയൻസ് ആണ് കൗണ്ട് ചെയ്യുക. സോ ആ ദിവസം വരെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കോഴ്സ് റിസൾട്ട് വന്ന് ആ കോഴ്സ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് അപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് വരെയുള്ള സമയം നോക്കുമ്പോൾ 1 ദിവസം 2 ദിവസം പോലും ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ പരിഗണിക്കില്ല. അതൊക്കെ ഈ എക്സ്പീരിയൻസ് വളരെയധികം അവർ ശ്രദ്ധിക്കാറുണ്ട്. സോ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ അതിനനുസരിച്ച് മാനേജ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതും
അത് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പോവാതിരിക്കരുത്, DVക്ക് പോവാതിരിക്കുകയും ചെയ്യരുത്. ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ഓവർ മൈൻഡ് ആക്കി വിടും. പക്ഷെ അത് മോസ്റ്റ് പ്രോബബ്ലി അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം മുമ്പൊക്കെ അങ്ങനെ മുമ്പ് കഴിഞ്ഞ വർഷം ഒരാൾക്ക് 2 ഡേയ്സിന് എന്തോ ഒരു ഡിഫറൻസിൽ ആൾക്ക് ചാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര രീതിയിലുള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. പേടിപ്പിക്കല്ല, അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു തരാം. Regarding experience, if not mentioned experience in an NABH or NABL accredited hospital, is it possible to use the experience of outside of India? Outside of India'യുടെ കാര്യമാണ് എനിക്ക് ഡൗട്ട് ഉള്ളത്. അത് നമുക്ക് ഒരു കൺഫേം അല്ലാതെ നമ്മൾ കാര്യങ്ങൾ പറയാൻ പാടില്ലല്ലോ. ഇൻ മൈ നോളജ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ബട്ട് മേ ബി ഞാനത് പിന്നീട് നിങ്ങളെ റിവേർട്ട് ബാക്ക് ചെയ്യാം. I think better use Indian experience. Better use Indian experience യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പേ സ്കെയിൽ മെൻഷൻ ചെയ്യണമെന്ന് മാൻഡേറ്ററി ആണോ? പേ സ്കെയില് അത്ര മാൻഡേറ്ററി അല്ല. പക്ഷെ മുമ്പ് ഒരു വർഷം ഞാൻ പറഞ്ഞില്ലേ, അത് ത്രൂ ഔട്ട് മൈ എക്സ്പീരിയൻസ് ആണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. മുമ്പ് ഒരു ESIC ഗുജറാത്ത് ആണോ രാജസ്ഥാനാണോ ഇതിലേതൊരു ESICയിൽ മുമ്പ് പേ സ്കെയിൽ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് കുട്ടിനോട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് പേ സ്കെയിൽ മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അത് എല്ലാ സ്ഥലങ്ങളിലും നിർബന്ധമില്ല. ഇല്ലാന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഇതിന്റെ നിങ്ങൾ എന്താ പറയുക സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾക്ക് പിന്നീട് റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ തരും. അല്ല നിങ്ങൾ ഒറ്റയടിക്ക് അവിടെ നിന്ന് ഒഴിവാക്കുന്നില്ല. എല്ലാവരും ഫ്രണ്ട്ലി ആണ്. നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രശ്നമാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രശ്നമാണ്, നിങ്ങൾ അവിടുന്ന് അപ്പാടെ ഒഴിവാക്കുന്നില്ല. നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്യാനുള്ള സമയം തരും. ഒരു 1 വീക്ക് ഒക്കെ സമയം തരും. നിങ്ങളത് പിന്നീട് മെയിൽ ത്രൂ അല്ലെങ്കിൽ ഡയറക്റ്റോ അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയിട്ട് പുതിയൊരു പേ സ്കെയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതായാലും മതി, കുഴപ്പമൊന്നുമില്ല. കാരണം അത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. Is there any reservation for disabled categories? There is lot of reservation for disabled categories. അത് PWD കാറ്റഗറിക്ക് ഇപ്രാവശ്യം വന്ന അഡ്വർടൈസ്മെന്റിൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അത് നിങ്ങൾ അഡ്വർടൈസ്മെന്റ് വായിക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് PWD എന്ന് പറയുന്ന ഒറ്റ കാറ്റഗറി അല്ല, അതിൽ സബ് ഡിവിഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാറ്റഗറി ഏതാണ്, MI ആണോ അല്ലെങ്കിൽ LC ലൈക്ക് ലോക്കോമോട്ടറി ഡിസേബിൾഡ് ആണോ, ഏതാണോ നിങ്ങളുടെ കാറ്റഗറി എന്നുള്ളത് അതിൽ നോക്കുക. അതിനനുസരിച്ചിട്ടുള്ള റിസർവേഷൻ ഒരുപാടുണ്ട്. പാസ് ഔട്ട് ആയ മുതലുള്ള എക്സ്പീരിയൻസ് ആണോ അതോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ള ഡേറ്റ് മുതലാണോ 1 ഇയർ എക്സ്പീരിയൻസ് നോക്കുന്നത്? ഇതും എന്താ പറയുക, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളെ കുഹാസിന്റെ സർട്ടിഫിക്കറ്റിൽ എക്സാം നടന്ന ഡേറ്റ് ആണ് പറയുന്നത്. ഓക്കെ, എക്സാം നടന്ന ഡേറ്റ് ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ലൈക്ക് ഒരു മാർച്ചിലാണ് എക്സാം നടന്നിട്ടുണ്ടെങ്കിൽ മാർച്ചിൽ നിന്നായിരിക്കും ഉണ്ടാവുക. പക്ഷെ ചില സ്ഥലങ്ങളിലെ മാർച്ച് മുതലുള്ള ഡേറ്റ് കൗണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മളുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റ് എടുക്കും. അതായത് 4th ഇയർ മാർക്ക് ലിസ്റ്റ് എടുത്ത് അതിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലൊരു പോയിന്റ് പറയുന്നുണ്ട് റിസൾട്ട് പബ്ലിഷ്ഡ് ഡേറ്റ്. റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റ് പറയുന്നുണ്ട്. അത് മുതലുള്ള ഡേറ്റ് ആണ് ചില സ്ഥലങ്ങളിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ഡേറ്റ് മുതലുള്ള ഡേറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയാൽ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് നോക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ മാക്സിമം ആ ഒരു റിസൾട്ട് പബ്ലിഷ്ഡ് ഡേറ്റ് മുതൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അല്ലാതെ എക്സാം ഡേറ്റ് ഞാൻ പറഞ്ഞില്ല, ചില സ്ഥലങ്ങളിൽ അത് നോക്കുന്നുണ്ട്. പക്ഷെ മാക്സിമം റിസൾട്ട് പബ്ലിഷ് ഡേറ്റ് മുതലുള്ളത് കൗണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. Is experience mandatory for BSc MLT graduates for applying for junior medical laboratory technology? Is it okay if we have a gap in clinical experience? If you are applying for junior medical laboratory technologist, then there is no need of experience. ഓക്കെ, JMLT പോസ്റ്റിലേക്ക് നിങ്ങൾ എയിംസുകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. BSc MLT മാത്രം മതി. ഓക്കെ, if there is no issues for gap, ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അത് അവർ ചോദിക്കും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാപ്പ് വന്നതും ചോദിക്കും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അവർ സബ്മിറ്റ് ചെയ്യാൻ പറയും. ചിലപ്പോൾ ചില ആൾക്കാർ മെറ്റേണിറ്റിയുടെ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ചില ആളുകൾ ചിലപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ പോയതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കുക. 2 ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ആയിട്ടുള്ളത് അക്സെപ്റ്റ് ചെയ്യോ? അതായത് ബ്ലഡ് ബാങ്ക് ബെഡഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ NABH അക്രഡിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബ്ലഡ് ബാങ്ക് എക്സ്പീരിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. Is there any other doubt you can ask? Sir, what about students? You mentioned only about ST students. You mentioned only about OBC SC students. Yes, ST is also lot of vacancies. STക്കും വേക്കൻസീസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറയാതാണ് OBC SC എന്നുള്ളത്. STക്കും ഒരുപാട് നിങ്ങൾ അഡ്വർടൈസ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുണ്ട്. STക്ക് എത്ര വേക്കൻസീസ് ആണ്, SCക്ക് എത്ര വേക്കൻസി ആണ്, OBCക്ക് എത്ര, എല്ലാം അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ അഡ്വർടൈസ്മെന്റിൽ ഓരോ പോസ്റ്റിംഗ് സെപ്പറേറ്റ് എടുത്ത് പറയാൻ നമുക്ക് ഒരുപാട് സമയം എടുക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്ര വേക്കൻസീസ് STക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കുക.
അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലേക്കൊക്കെ വരുന്ന സമയത്താണ് ST കാറ്റഗറിയിലെ ആളുകൾ വളരെ കുറവ് വരുന്നത്. പക്ഷെ നോർത്ത് ഈസ്റ്റ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അവിടെ മെജോറിറ്റി ആളുകളും ST കാറ്റഗറിയിലാണ് വരുന്നത്. സോ അതുകൊണ്ട് എല്ലാ കാറ്റഗറിയിലും എന്താണ് അതിൻ്റെതായുള്ള കോമ്പറ്റീഷൻസുകൾ ഉണ്ട്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സർ 6 month സർട്ടിഫിക്കറ്റ് TVM മെഡിക്കൽ കോളേജിലെ ആണ്, ബട്ട് അതിൽ ട്രെയിനിങ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2022 ആണ്, അത് മാറ്റാൻ പറ്റില്ലല്ലോ സർ. ബാക്കി 6 month ഓക്കെ ആണ്. അപ്പം മിനിമം 1 year എക്സ്പീരിയൻസ് ചോദിക്കുന്ന പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ബെറ്റർ ടു എന്താ പറയാ, അത് ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇനിയിപ്പോ ഇൻ കേസ് നിങ്ങൾക്ക് അത് ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അത് പ്രശ്നമില്ല. നിങ്ങൾ അങ്ങനെ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഞാനത് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് 2 year എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം 2 year എക്സ്പീരിയൻസിന്റെ പോസ്റ്റിൽ തന്നെ അപ്പിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത് ലെവൽ വ്യത്യാസമുണ്ട്. സോ അതുകൊണ്ട് അതേപോലെ തന്നെ B കാറ്റഗറിയിലാണ്, B ഗ്രൂപ്പ് കാറ്റഗറി, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൽ ABC എന്ന് പറയുന്ന 3 കാറ്റഗറിയിലാണ് ഗ്രൂപ്പുകൾ വരുന്നത്. സോ അതിൽ B ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണ് MLT ലെവൽ 6 അതിന് മുകളിലേക്ക് വരുന്ന ആളുകൾ. സോ അതുകൊണ്ട് മാക്സിമം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള ചാനലിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അവിടെ പോയിട്ട് അവിടെ സൂപ്രണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ അത് മാറ്റി തരാൻ പറ്റുമായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ മാറ്റി തരാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്താ പറയാ 1 year എക്സ്പീരിയൻസിന്റെ ഒരു പോസ്റ്റ് ആയിട്ട് എനിക്ക് ചോദിക്കുന്നത് ഇല്ല തോന്നുന്നു. DMLT ആണെന്നുണ്ടെങ്കിൽ JMLT പോസ്റ്റുകൾക്ക് ചെയ്യാം. BSMLT ആണെന്നുണ്ടെങ്കിൽ BSMLT വിത്ത് 1 year എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പോസ്റ്റ് അതിൽ ചോദിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് എനിവേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, മിനിമം 1 year എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബെറ്റർ ആയിട്ട് നമ്മുടെ കയ്യിൽ പ്രോപ്പർ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഹലോ, യൂട്യൂബ് ലിങ്കിൽ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ്? ഞാൻ യൂട്യൂബ് നോക്കിയിട്ടില്ല. ഓക്കെ, ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട് അബൌട്ട് MSc ഹോൾഡേഴ്സ്? ദർ ഈസ് എൻ അഡ്വാൻറ്റേജ്. MSc ഹോൾഡേഴ്സിന് നിലവിൽ അഡ്വാൻറ്റേജുകളൊന്നും ഇല്ല എന്ന് പറയാം. കാരണം ലൈക്ക് എന്താ പറയാ, നമ്മുടെ ആ ഒരു പോസ്റ്റ് നമ്മുടെ പ്രൊമോഷനൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അല്ലാതെ MSc ഗ്രാജുവേറ്റ്സിന് മാത്രമായിട്ട് ഇതിൽ, അതായത് ഈ എന്താ പറയാ CREയിൽ വലിയ അഡ്വാൻറ്റേജ് ഇല്ല. പക്ഷെ ഇപ്പോ പുതിയൊരു അഡ്വർടൈസ്മെന്റ് വിളിച്ചിട്ടുണ്ട്. റെസ മീൻസ് റിക്രൂട്ട്മെന്റ് ഓഫ് സയന്റിസ്റ്റ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവിടെ MSc പോസ്റ്റുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് മുമ്പ് ICMR സയന്റിസ്റ്റ് പോസ്റ്റ് വിളിച്ചിരുന്നു. അതിൽ MSc ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അത്തരത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് MSc ഗ്രാജുവേറ്റ്സിന് വളരെ ഒരു എന്താ പറയുക ഹൈ പൊസിഷനിലേക്ക് എത്താൻ പറ്റും. ലെവൽ 10 ലെവൽ 11 പോസ്റ്റിലേക്കൊക്കെയാണ് എത്താൻ പറ്റുന്നത്. അതായത് ഗ്രൂപ്പ് A കാറ്റഗറിയിൽ വരുന്ന സയന്റിസ്റ്റ് പോസ്റ്റുകളിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ലാതെ CRE ത്രൂ MSc ഗ്രാജുവേറ്റ്സിന് വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നില്ല. നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, സർ ഔട്ട് ഓഫ് ഇന്ത്യ എക്സ്പീരിയൻസ് അവൈലബിൾ ആണ്? ഔട്ട് ഓഫ് ഇന്ത്യ എക്സ്പീരിയൻസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനത് പിന്നീട് റിവേർട്ട് ബാക്ക് ചെയ്യാം. NOCക്ക് കോമൺ ആയ ഫോർമാറ്റ് അവൈലബിൾ ആണ്. NOCക്ക് ഉള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനനുസരിച്ചിട്ടാണ് ബേസ്ഡ് ഫോർമാറ്റ് വരുന്നത്. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവിടുന്ന് അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്തു തരുന്നതാണ്. അതിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏത് ദിവസമാണ് നിങ്ങൾ ജോയിൻ ചെയ്തത്. അതേപോലെ തന്നെ ഈ അഡ്വർടൈസ്മെന്റിന്റെ കോപ്പി നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. അതായത് ഈ അഡ്വർടൈസ്മെന്റിന്റെ ഫ്രണ്ട് പേജ്, അപ്പോൾ അതിൽ നോട്ടീസ് നമ്പർ ഉണ്ട്. ആ നോട്ടീസ് നമ്പർ നിങ്ങൾ മെൻഷൻ ചെയ്യുക. എന്നിട്ട് അതിൽ എഴുതിയിരിക്കണം ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടുന്ന് എന്റെ ഡ്യൂട്ടീനെ അത് ബാധിക്കുന്നില്ല. എന്താ പറയുക, അത്തരത്തിൽ നിങ്ങൾ അവിടുന്ന് നിങ്ങളുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് സീൽ ചെയ്തു തരുന്ന ആയിരിക്കണം NOC എന്ന് പറയുന്നത്. സർ MLT പോർഷൻ സിലബസ് എന്ന് പറയുന്നത് MLT തന്നെയാണ്. ലൈക്ക് മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, പത്തോളജി, ബ്ലഡ് ബാങ്ക്, ലിറ്റിൽ ബിറ്റ് ലൈഫ് സയൻസ്, ഇതെല്ലാം ചോദിക്കും. ഓക്കെ, ഇത് എല്ലാ ഭാഗത്തു നിന്നും എന്താ പറയാ ഒരു പെരിഫറി ആയിട്ടേ ചോദിക്കുള്ളൂ. നെക്സ്റ്റ്, ഈസ് ഏജ് റിലാക്സേഷൻ അവൈലബിൾ ഫോർ അൺറിസർവ്ഡ് സീറ്റ്സ് ഫോർ ആൻ OBC പേഴ്സൺ? OBC പേഴ്സൺ ഞാൻ പറഞ്ഞത്, ഒരു OBC കാരനാണെന്നുണ്ടെങ്കിൽ ആൾക്ക് OBC സീറ്റിലേക്കും UR സീറ്റിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ലൈക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അതൊരു വലിയൊരു കൺഫ്യൂസിങ് കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു OBC കാരന് 30 വയസ്സുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആൾക്ക് JMLT പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ UR ഇപ്പോൾ ഒരു എയിംസ് ഡൽഹിയിലേക്കുള്ള ഒരു JMLT പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിരിക്കും. അവിടെ UR കാറ്റഗറിയിൽ 5 പോസ്റ്റും OBC കാറ്റഗറിയിൽ ഒരു 3 പോസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഈ OBC കാരൻ എന്താണ്, ഈ 8 പോസ്റ്റിലേക്ക് എലിജിബിൾ അല്ല. ഓക്കെ, ഈ 8 പോസ്റ്റിലേക്ക് എലിജിബിൾ അല്ല. വൈ? എന്തുകൊണ്ടാണ്? അവിടെ ഏജ് 30 ആയിട്ടുണ്ട്. URന്റെ ഏജ് എന്ന് പറയുന്നത് എന്താണ്, 27 ആണ്. ഇപ്പൊ ഇയാൾക്ക് ഈ OBC കാരന് 27 വയസ്സ് ഉള്ളായിരുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് ഈ 8 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ഏജും
അതായത് അവളുടെ കാറ്റഗറിയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് കമ്പൈൻഡ് പോസ്റ്റിലേക്ക് കിട്ടുള്ളൂ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് മനസ്സിലായത് യൂട്യൂബിൽ ചോദിച്ചതാണ്, ക്ലിയർ ആയെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അവൾക്ക് എന്താണ് ഏജ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു OBC UR സീറ്റിലേക്കും ആളെ കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ഏജ് MLT സിലബസ് ആണ്. MLT സിലബസ് ഞാൻ നേരത്തെ പറഞ്ഞു. നെക്സ്റ്റ് ഇവിടെ വേറെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു. അഞ്ജന ജയപ്രകാശ് മുതലല്ലേ ഇനി നോക്കാനുള്ളത്. BSc MLT വിത്ത് 1 year എക്സ്പീരിയൻസ് JMLT അല്ലാതെ ഏതെങ്കിലും പോസ്റ്റ് ഉണ്ട് UR കാറ്റഗറിക്ക്? BSc MLT വിത്ത് 1 year എക്സ്പീരിയൻസ് വേണ്ട JMLTക്ക്. മെജോറിറ്റി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും BSc MLT മാത്രമാണ് ഇതിന് വരുന്നത്, ക്വാളിഫിക്കേഷൻ വരുന്നത്. വേറെ പോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാബ് അറ്റൻഡന്റ് പോസ്റ്റിലേക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ ലാബ് അറ്റൻഡന്റ് പോസ്റ്റിന് അത്യാവശ്യം ഉണ്ട്. ലെവൽ 2 കാറ്റഗറിയാണ് വരുന്നത്. അത്യാവശ്യം വേക്കൻസീസ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിലും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ടോട്ടൽ 1 year എക്സ്പീരിയൻസ് ഉള്ളൂ സർ, അതിൽ 6 month ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ JMLT പോസ്റ്റിന് അപ്ലൈ ചെയ്യും. JMLT പോസ്റ്റിന് എക്സ്പീരിയൻസ് വേണ്ടല്ലോ, ഏജ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. 7 വർഷം മുമ്പുള്ള എക്സ്പീരിയൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ 7 വർഷം പുറത്ത് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, ബട്ട് അത് യൂസ് ചെയ്യാൻ പ്ലാൻ ഇല്ല. 7 വർഷം മുമ്പുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളത് അപ്പോൾ അവർ ചോദിക്കും എന്തുകൊണ്ടാണ് വൈ ഇറ്റ് ഈസ് സോ മച്ച് ഇയേഴ്സ് ബിഫോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ അവർ അങ്ങനെ എത്ര ഗ്യാപ്പ് പാടില്ല അങ്ങനെ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, NOCയിൽ ജോയിനിങ് ഡേറ്റ് വെക്കണം. NOCയിൽ ജോയിനിങ് ഡേറ്റ് വെക്കണം, അതായത് ഏത് ഡേറ്റ് മുതലാണോ നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നത് അത് മെൻഷൻ ചെയ്തിരിക്കണം നിങ്ങളെ NOCയിൽ. അതേപോലെ തന്നെ നിങ്ങൾ ഏത് സാധാരണ NOC തരിക നമ്മൾ ഓരോരോ സ്പെഷ്യൽ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന NOC എന്ന് പറയുന്നത് ഈ എന്താ പറയുക, നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ CREയുടെ നോട്ടീസ് നമ്പർ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. എന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ NOC തന്നെയാണ് നിങ്ങളുടെ DVയുടെ സമയത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ വേറെ കാര്യം എന്ന് പറയുന്നത്, ഇഫ് നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ജൂൺ 30 ശേഷമാണ് നിങ്ങൾ ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നത് വിചാരിക്കും. സോറി, ജൂൺ അല്ല, ജൂലൈ 30 നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണ് സമയത്ത് പിന്നെ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന അതായത് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്തൊന്നും NOCയുടെ ഒരു നിർബന്ധം വലിയ നിർബന്ധമില്ല. കാരണം പിന്നെ നിങ്ങൾ മെൻഷൻ ചെയ്യാതിരുന്നാൽ മതി. NOC ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവും. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് ഇങ്ങനെ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് NOC വേണമെന്ന് നിങ്ങളൊരു റിക്വസ്റ്റ് നിങ്ങളുടെ ആരാണ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് അവർക്ക് റിക്വസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫോർവേഡ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡിലേക്ക് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുക. അവരവിടുന്ന് നിങ്ങൾക്ക് അവരുടേതായുള്ള ഫോർമാറ്റിൽ തരും. 6 month പ്ലസ് 6 month എക്സ്പീരിയൻസ് ആണ് ഉള്ളത്, അതും ഒന്ന് ക്ലിനിക്കിലും ഒന്ന് ഹോസ്പിറ്റലിലുമാണ് ഉള്ളത്. സോ അത് 1 year എക്സ്പീരിയൻസ് ആയി കൂട്ടുമോ? 6 month പ്ലസ് 6 month എക്സ്പീരിയൻസ് ആണ് ഉള്ളത്, അത് ക്ലിനിക്കിലും. ഈ ക്ലിനിക്ക് എന്ന് പറയുന്നത് എനേബിൾ അക്കൗണ്ട് ലാബാണ്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് 100 bed ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ 1 year എക്സ്പീരിയൻസ് ആയി കൂട്ടുന്നത്, ഈ 1 year എക്സ്പീരിയൻസ് ആയി കൂട്ടിയിട്ട് കാര്യമുണ്ടോ എന്നുള്ള എനിക്ക് തോന്നുന്നു. കാരണം ലൈക്ക് DMLT ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, JMLT പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാതെ JMLT പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസിന് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 1 year എക്സ്പീരിയൻസ് ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല. DMLT ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ലാബ് അറ്റൻഡന്റിന് DMLT അല്ലേ വേണ്ട, BSc MLTക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അത് മുമ്പ് എയിംസ് റായ്പൂരിൽ MSc MLT ഉള്ള ആളുകൾ പോലും ലാബ് അറ്റൻഡന്റ് പോസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. എയിംസ് റായ്പൂർ ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ഓരോ ഞാൻ പറഞ്ഞില്ല, ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, അവർക്ക് അവരുടേതുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. പ്രീവിയസ് എക്സ്പീരിയൻസ് ദർ ഇസ് നോ പ്രോബ്ലം. OBC സർട്ടിഫിക്കറ്റിന് ഫോർമാലിറ്റീസ് ഉണ്ടോ സർ? OBC സർട്ടിഫിക്കറ്റിന് ഞങ്ങളുടെ അക്ഷയയിൽ പോയിട്ട് നിങ്ങളുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് പ്രത്യേകം പറയണം സെൻട്രൽ എംപ്ലോയ്മെന്റ് പർപ്പസിന്. കാരണം സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് പർപ്പസിന് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ആണ്, സെൻട്രലിന് സെപ്പറേറ്റ് ആണ്. സോ സെൻട്രലിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വില്ലേജ് ഓഫീസർ ടു താലൂക്ക് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്നാണ് സൈൻ ചെയ്ത് വരേണ്ടത്. അപ്പൊ അതിനൊരു സ്പെസിഫിക് ഫോർമാറ്റ് ഉണ്ട്. നമ്മുടെ ഈ അഡ്വർടൈസ്മെന്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മുടെ ഈ ഡിസ്ട്രിക്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പൊതുവേ ഇപ്പോൾ തരുന്നത്. അപ്പൊ നിങ്ങളത് നിങ്ങളുടെ അക്ഷയയിൽ ചോദിക്കുക, ഈ ഫോർമാറ്റിൽ തന്നെയാണോ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ചോദിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഫോർമാറ്റ് പ്രിന്റ് ചെയ്യുക, എന്നിട്ട് ഡയറക്റ്റ് താലൂക്ക് ഓഫീസിൽ പോകും, വില്ലേജ് ഓഫീസർ ത്രൂ താലൂക്ക് ഓഫീസിൽ പോയിട്ട് അവിടുന്ന് നിങ്ങൾ സൈൻ ചെയ്ത് വാങ്ങിച്ചാലും മതി. ഓക്കെ, ആ ഫോർമാറ്റ് ആണ് വേണ്ടത്. കോൺട്രാക്ട് ബേസിൽ ജോയിൻ ചെയ്തവർക്ക് NOC വേണ്ടി വരുമോ? അതായത് ഗവൺമെന്റ് സെക്ടറിൽ ആണെന്നുണ്ടെങ്കിൽ NOC വേണം.
ഏജ് കാൽക്കുലേഷൻ വരുന്നത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിലാണോ അതോ വെരിഫിക്കേഷൻ ടൈമിലുള്ള ഏജ് ആണോ യൂസ് ആക്കുന്നത്? അപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചിലപ്പോൾ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവാം. ഓക്കെ, എക്സാമ്പിൾ പറയാം, ചിലപ്പോൾ 6 മന്ത് ചിലപ്പോൾ പെട്ടെന്നുണ്ടാവും. സോ എനിവേ ആ ടൈം വരെ ഉള്ളതെല്ലാം നോക്കുക. നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവുമല്ലോ, ലൈക്ക് ഇപ്പോൾ ജൂലൈ 3 വരെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസേ കൗണ്ട് ചെയ്യുള്ളൂ, അല്ലാതെ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ടൈം അല്ല. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യണോ? യെസ്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഴുവൻ സർട്ടിഫിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഈവൻ NOC പോലും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പക്ഷെ NOCക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് റിലാക്സേഷൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് 8ാമത്തെ ലൈക്ക് എന്താ പറയുക 8ാം തീയതി വരെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഒരു സമയം കൂടെ തരും. ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം 3ാം തീയതിക്കകത്ത് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് ഇതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ സബ്മിറ്റ് ചെയ്യുന്ന അപ്ലിക്കേഷൻ ഫോം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ പോവേണ്ടത്. അത് അവരുടെ കയ്യിലുണ്ടാവും ഒരു കോപ്പി. എന്നിട്ട് അതും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളും തമ്മിൽ അവർ മാച്ച് ചെയ്ത് നോക്കും. അപ്പൊ അത് ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പൊ ലൈക്ക് ഒരാൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേറെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് വേറെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ചെറിയൊരു പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ അവർ എക്സ്പ്ലനേഷൻ ചോദിക്കുള്ളൂ. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. സോ എന്താ പറയുക, മാക്സിമം നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ തന്നെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അസിസ്റ്റന്റ് പ്രൊഫസർ എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യുമോ? ഇല്ല, അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ്, ടീച്ചിങ് പോസ്റ്റ് എക്സ്പീരിയൻസ് ഇതിൽ കൺസിഡർ ചെയ്യില്ല. ക്ലിനിക്കൽ എക്സ്പീരിയൻസ് തന്നെ വേണം. മുന്നേ പറഞ്ഞത് ഒന്നുകൂടെ പറയോ? വോയിസ് കട്ടായി. ഏതായിരുന്നു? കുറെ മുമ്പ് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാബ് അറ്റൻഡിന് DMLT അല്ലേ വേണ്ട, BSc MLTക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒന്നുകൂടെ പറയാമോ? നേരത്തെ വോയിസ് കട്ടായി. യെസ്, ലാബ് അറ്റൻഡിന്റെ കാര്യത്തില് ഞാൻ പറഞ്ഞതും എൻ്റെ ഒരു പ്രീവിയസ് ഒരാള് മുമ്പ് എയിംസ് റായ്പൂരിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലാബ് അറ്റൻഡന്റ് ഗ്രേഡ് 2 പോസ്റ്റിൽ. ആൾക്ക് MSc MLT ഒക്കെ ഉള്ള ആളായിരുന്നു. പക്ഷെ നിലവിൽ കുഴപ്പമുണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എയിംസുകളിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം എയിംസുകളിൽ ഹയർ ക്വാളിഫിക്കേഷൻ അങ്ങനെ റിജക്ട് ചെയ്യാറില്ല. ESICയിലൊക്കെയാണ് മെയിനായിട്ട് പ്രശ്നം വരുന്നത്. എയിംസുകളിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് വലിയ കുഴപ്പം ഉണ്ടാവില്ല. സോ അതുകൊണ്ട് നിങ്ങൾ എന്താ പറയാ, JMLT പോസ്റ്റിന് താഴോട്ടേക്ക് ലാബ് അറ്റൻഡ് പോസ്റ്റുകളൊക്കെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് JMLT കിട്ടിയില്ലെങ്കിലാണല്ലോ താഴോട്ടേക്ക് വരിക. സോ അതുകൊണ്ട് നിങ്ങൾ കിട്ടി അവിടെ പോയിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നോക്കുക. കാരണം ലാസ്റ്റിലേക്ക് വെച്ചാൽ മതി. നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസുകളെല്ലാം കൊടുത്തതിന് ശേഷം താഴോട്ടേക്ക് നിങ്ങൾക്ക് കിട്ടിയാലും കുഴപ്പമില്ല, പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ വെക്കുക. 6 മന്ത് + 6 മന്ത് എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അതും ഒന്ന് ക്ലിനിക്കിലും ഒന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതായത് നിങ്ങളുടെ ബ്രേക്ക് ഉണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല. അപ്പൊ 4 മന്ത് 6 മന്ത് ഒക്കെ ആണെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല. കണ്ടിന്യൂസ് 1 ഇയർ 2 ഇയർ എക്സ്പീരിയൻസ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം പ്രോപ്പറായിട്ട് സർട്ടിഫിക്കറ്റ്സുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതെല്ലാം പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. NABH ഉണ്ടോ, NABL ഉണ്ടോ, 100 ബെഡഡ് ഹോസ്പിറ്റൽ ആണോ, അതെല്ലാം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം എന്ന് മാത്രം. Is there any other doubt? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതില്? യൂട്യൂബില് കറന്റ്ലി വർക്കിംഗ് സ്റ്റിൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് മതിയല്ലോ. കറന്റ്ലി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, പ്രസന്റ്ലി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് മതി. Is there any other doubt? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ഗ്രൂപ്പിൽ ചോദിച്ചോട്ടെ. നമുക്ക് അപ്പോൾ ഗ്രൂപ്പിൽ നമുക്കത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ സാർ, എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. ഒരു അഞ്ജന ഒന്നുകൂടി ഒരു ചോദിച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തതിൽ സാലറി ഡീറ്റെയിൽസ് NABL ഒന്നും ഇല്ല, അതിൽ കുഴപ്പമുണ്ടോ? NABH or NABL എന്നുള്ളത് നല്ലതാണ്, അത് വെക്കാൻ വേണ്ടിയിട്ട് പറയാം. അല്ലെങ്കിൽ ബെഡഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ബെഡ് മെൻഷൻ ചെയ്യുക. സാലറി ഡീറ്റെയിൽസ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈവൻ അത് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോയിട്ട് അത് അവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് പിന്നീട് സമയം തരും. നിങ്ങൾക്ക് ഈ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സമയം തരും. ആ സമയത്ത് നിങ്ങൾ പിന്നീട് നിങ്ങളുടെ പ്രീവിയസ് ഫേമിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റിയിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരാൻ പറഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എയിംസ് ഡൽഹി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ട്രെയിനിങ് ഇപ്പോൾ തന്നെ അത് മാറ്റുക. കാരണം അത് അവർ നിർബന്ധമായിട്ട് നോക്കുന്നുണ്ട്. ട്രെയിനി ഒക്കെയാണ്, അല്ലെ നമ്മളെ കേരളത്തിൽ വരുന്നൊരു പ്രശ്നമാണ് ട്രെയിനി, സ്റ്റാഫ് ട്രെയിനി, ലാബ് ടെക്നോളജി ട്രെയിനി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. അതൊന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതിനൊക്കെ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം അതെല്ലാം മാറ്റിയിട്ട് ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് എന്നോ, ചിലപ്പോൾ അവർക്ക് ലാബ് ടെക്നോളജിസ്റ്റ് തരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് എന്നോ അങ്ങനെ പേരിൽ തരാൻ വേണ്ടിയിട്ട് പറയാം. ഓക്കെ, ആൻസർ സാർ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഇത്രയും പ്രിപ്പറേഷൻ ഒക്കെ ആവശ്യമുണ്ടെന്ന് പിന്നെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. 2 ക്വസ്റ്റ്യൻ പറയൂ. ഓൾറെഡി എക്സാം രജിസ്റ്റർ ചെയ്ത് എഴുതിയതാണ്. ന്യൂ ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ?
കഴിഞ്ഞ CR എഴുതിയെന്നാണോ ആരും ചോദിച്ചതായിരിക്കില്ലേ? അതായത് മുമ്പ് നിങ്ങൾ CR എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അടുത്ത, അതായത് സെക്കൻഡ് ഓപ്ഷൻ അതിൽ സൈറ്റ് അതിൽ, അതായത് നിങ്ങൾ അതിൽ നോക്കി aims.exam.nic എന്ന് പറയുന്ന സൈറ്റ് കയറി നോക്കി കഴിഞ്ഞാൽ അതിൽ CREയുടെ പുതിയ CRE5 എന്ന് പറയുന്ന ഓപ്ഷനോ അതിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ പോയിട്ട് സെപ്പറേറ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം. അതിൽ നിങ്ങൾ പുതുതായിട്ട് ലോഗിൻ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് അതിൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ, അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് പുതിയൊരു അക്കൗണ്ട് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യുക. രണ്ടും സെപ്പറേറ്റ് ടാബാണ്. മുമ്പ് ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതിൽ ഒരു സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ അതിൽ കൊടുക്കണം. ഓക്കെ, അപ്പൊ അതിന് പുതുതായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. വേറെ എന്തായിരുന്നു ഡൗട്ട്? വേറെ വേറെ ഒന്നും കഴിഞ്ഞു ഇല്ല തോന്നുന്നു. എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ CREയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ പിന്നെ എന്തായാലും നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു അൻസാർ സാർ. താങ്ക് യു. ഓക്കെ പിന്നെ ഞാൻ നെക്സ്റ്റ് മന്ത് ഡൽഹിയിൽ വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ. ഓക്കെ പിന്നെ ഡെഫിനറ്റ്ലി. അനഘ നമ്മുടെ ഒരു നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു പഴയ. അനഘ ഓൺലൈൻ ഉണ്ട്. അനഘ കേൾക്കുന്നുണ്ടോ അനഘ? ആ സർ, ഗുഡ് ഈവനിങ്. ഓക്കെ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ആക്ച്വലി സത്യം പറഞ്ഞ അതൊരു എൻ്റയർലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഓക്കെ. ഇപ്പം നമ്മള് നമ്മുടെ സ്ഥലം വിട്ട് പുറത്ത് പോകുമ്പോഴുള്ള ആ ഒരു ഇതില്ലേ. ഓക്കെ ഓക്കെ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു കംഫർട്ട് സോൺ വിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ ആ ഒരു എല്ലാ അഡ്വാൻറ്റേജസും നമുക്ക് കിട്ടും. പ്രോസും കോൺസും ഉണ്ട്, ഒബ്വിയസ്ലി പ്രോസും കോൺസും ഉണ്ട്. ഞാനിവിടെ ഫസ്റ്റ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. എൻ്റെ പേര് അനഘ എന്നാണ്. ഞാൻ ALS ഫാമിലിയിൽ ഒരു മെമ്പറാണ്. ഞാൻ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ALSൽ കോച്ചിങ് എടുത്തിരുന്നത്. ആക്ച്വലി ഞാൻ DMEക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്ത്, PSCക്ക് വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഞാൻ കോച്ചിങ് എടുത്ത്. പക്ഷെ ആ സമയത്ത് തന്നെ വന്ന CRE എക്സാം ആയിരുന്നു. അപ്പം എനിക്ക് അതും ക്രാക്ക് ചെയ്യാൻ പറ്റി, രണ്ടും ക്രാക്ക് ചെയ്യാൻ പറ്റി. PSCയും ക്രാക്ക് ചെയ്യാൻ പറ്റി, CREയും ക്രാക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഞാൻ എയിംസ് വിജയപൂറാണ് വർക്ക് ചെയ്യുന്നത് JMLT ആയിട്ട്. പിന്നെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ ഈ ലാംഗ്വേജ് ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഈ നമ്മുടെ നാട്ടിലത്തെ പോലെ അത്രയും വലിയൊരു വർക്ക് ലോഡും കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. ഞാൻ മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ അവിടുത്തെ വർക്ക് ലോഡ് എന്താന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, എത്ര പേഷ്യൻസ് ലോഡ് വരുന്നുണ്ട്. അത്രയും വർക്ക് ലോഡൊന്നും ഇവിടെ ഇല്ല. പിന്നെന്താ, നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അൻസർ സാർ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് PSC ചൂസ് ചെയ്യാണ്ട് CRE ചൂസ് ചെയ്തത്. എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നാട്ടിൽ നിൽക്കുക ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് DME കിട്ടിയിട്ട് എന്തിനാണ് ഇത്രയും ദൂരെ പോയി നിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന്റെ കാരണം തന്നെയാണ് നമുക്ക് കിട്ടുന്ന അലവൻസും ബെനിഫിറ്റുകളും എല്ലാ കാര്യങ്ങളും. പിന്നെ ALSൽ ചേർന്ന് ഈ ഒരു കോച്ചിങ് എടുത്തോണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു എക്സാമും കൂടി ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ആക്ച്വലി. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ച് എനിക്കറിയില്ല. ഞാൻ ആ ഒരു ട്രാക്കിൽ പോയിക്കൊണ്ടിരുന്നോണ്ടാണ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിരുന്നത്. ആ സമയത്ത് ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തായിരുന്നു ആക്ച്വലി, വർക്കിന്റെ കൂടെ ക്ലാസ്സും കൂടി കൊണ്ടുപോകാൻ. അപ്പൊ പ്രോപ്പർ ആയിട്ട് എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് DMEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത്, അതുകൊണ്ടാണ് എനിക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. അത് ഒരുപാട് താങ്ക്സ് ഉണ്ട് ALS ഫാക്കൽറ്റീസിനോടും ആൻഡ് ഡയറക്ടേഴ്സിനോടും എല്ലാവരോടും നല്ല താങ്ക്സ് ഉണ്ട്. ചന്ദ്രൻ സാർ, അല്ല ഓരോരുത്തരുടെ പേര് എടുത്തെടുത്ത് പറയുന്നില്ല, എല്ലാവരോടും താങ്ക്സ് ഉണ്ട്. പിന്നെന്താ, അവിടെ നമ്മള് കേരളത്തിൽ പഠിക്കാത്ത എന്തെങ്കിലും ടെക്നിക്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതായത് ഫ്ലോ സൈറ്റോമെട്രി അങ്ങനെ ഏതെങ്കിലും ഒക്കെ വരുന്നത്? കേരളത്തിൽ പഠിക്കാത്ത അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ എയിംസ് എന്ന് പറയുമ്പോൾ അത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നാട്ടില് സാധാരണ ഹോസ്പിറ്റൽസിൽ ഇല്ലാത്ത എക്യുപ്മെന്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. മോളിക്കുലാർ ലെവലിലായാലും
ജീനോമിക് സ്റ്റഡീസ് കാര്യങ്ങൾ അങ്ങനത്തെ, അതായത് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഉള്ള ഹോസ്പിറ്റൽസ് ആയിരിക്കുമല്ലോ എയിംസിലൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. പിന്നെ എനിക്കിപ്പോ ഇവിടെ കിട്ടിയിട്ടുള്ള വെറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് സെക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെ ഡിഫറെന്റ് സെക്ഷൻസ് ആയിട്ട് ഹെമറ്റോളജി, ക്ലിനിക്കൽ പെത്തോളജി, സൈറ്റോളജി, ഹിസ്റ്റോപെത്തോളജി, അങ്ങനെ ഡിഫറെന്റ് സെക്ഷൻസ് ആയിട്ടുണ്ട്. ഇതിലെല്ലാം ഓട്ടോമാറ്റിക് എക്യുപ്മെന്റ്സും ഉണ്ട്. ഹിസ്റ്റോ മാത്രമാണ് കുറച്ചും കൂടി നമുക്ക് മാനുവൽ വർക്ക് വരുന്നത്. ബാക്കിയുള്ള ഇപ്പൊ സൈറ്റോലൊക്കെ ആണെങ്കിൽ തിൻ പ്രപ്പ്, പിന്നെ അതിന്റെ തന്നെ ഓട്ടോ സ്റ്റീനർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എക്സ്പോഷർ കിട്ടും. നമുക്ക് നാട്ടിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനേക്കാളും അതിനേക്കാളും കൂടുതൽ എക്സ്പോഷർ എന്തായാലും CRE ത്രൂ നമ്മൾ വേറെ എവിടെയെങ്കിലും കയറി ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ കയറുമ്പോൾ കിട്ടും. അവിടെ VIP ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇസ്റ്റോല്, വാക്യൂം ഇൻഫിൽട്രേഷൻ പ്രോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് VIP മെഷീൻസ് ഒക്കെ അറിയോ ഇസ്റ്റോല്? കാരണം ഇപ്പൊ നമ്മളിപ്പോ സാധാരണഗതിയിൽ ഇസ്റ്റോ ചെയ്യണമെങ്കിൽ ഇസ്റ്റോ കഴിഞ്ഞിട്ടല്ലേ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അതിന് പകരം ഇപ്പൊ ഒരു VIP എന്ന് പറഞ്ഞിട്ടൊരു മെഷീൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല, ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ അതിൽ ഹിസ്റ്റോകൈനറ്റ് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്രോസൺ സെക്ഷൻസ് ഒക്കെ ഉണ്ട്, ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രി ഫ്രോസൺ സെക്ഷൻസ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ VIP-യുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 6 hours നമുക്ക് ഒരു ടിഷ്യൂ പിന്നെ സെക്ഷൻ കട്ടിങ്ങിന് റെഡിയാവും. അത്രയും ഫാസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ നോർമൽ റിപ്പോർട്ട് കൊടുക്കാൻ ഫ്രോസൺ പറ്റും. സെക്ഷൻസ് ആണോ സാർ പറയുന്നത്? ഏതാണ്? ഫ്രോസൺ സെക്ഷൻസ്. ഫ്രോസൺ അല്ലല്ല, VIP എന്ന് ചെക്ക് ചെയ്താൽ മതി. VIP വാക്യൂം ഇൻഫിൽട്രേഷൻ പ്രോസസർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഇത് ചോദിക്കുന്ന പറഞ്ഞാല് എയിംസിലാവുമ്പോൾ നല്ല ഫണ്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡേൺ ടെക്നോളജി ഒക്കെ ഇവിടുന്ന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയാലോ അവിടെ എയിംസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് അതൊക്കെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ്. അല്ലെ, ചിലപ്പോൾ വന്നിട്ടില്ലെങ്കിൽ എത്തുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വിജയ്പൂരാണ് എവിടെയാണ് ഇത്? ജമ്മുവിലാണോ? ജമ്മു ആണിത്. ജമ്മു ആക്ച്വലി ജമ്മു സിറ്റിന്ന് അറൌണ്ട് 30 കിലോമീറ്റേഴ്സ് ഉണ്ട് വിജയ്പൂർക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാ എയിംസുകളും പോലെ ഏകദേശം ഒരു വില്ലേജ് സൈഡ് ഏരിയ ആണ് ഇത് എയിംസും. ഓക്കെ. ആർക്കെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആയി ഇപ്പൊ ഏറ്റവും റീസെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് അതിന്റേതായ ഗുണങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഇപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഫസ്റ്റ് ബാച്ച് ആണ്, പെർമനന്റ് എംപ്ലോയീസിന്റെ ഫസ്റ്റ് ബാച്ച് ആണ് CRE 3 വന്നത് നമ്മുടെ MLT ലാബ് ഡിപ്പാർട്ട്മെന്റില്. സോ അതിന്റേതായ ബെനിഫിറ്റ്സ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സീനിയോറിറ്റി ലെവൽ ആണെങ്കിലും അതൊക്കെ. ബാക്കി ഇപ്പം കൂടെ ഉള്ളവരൊക്കെ കോൺട്രാക്ട് ബേസിസിലുള്ള സ്റ്റാഫ് ആയതുകൊണ്ട് അപ്പൊ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് ചാൻസ് ഉണ്ടല്ലേ. ഒരു പ്രിഫറൻസ് ഉണ്ട്. അറ്റൻഡേഴ്സിന് ആർക്കെങ്കിലും അനഘയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ എക്സ്പീരിയൻസ്, അവിടുത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ, ലിവിങ്, ഇനിയിപ്പോൾ CRE-യിലേക്ക് എന്തായാലും പോകുന്നതല്ലേ. ഇപ്രാവശ്യം ഉണ്ട്, ജമ്മുവിൽ വേക്കൻസി ഉണ്ട് ഇപ്രാവശ്യം. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. കാശ്മീർ വരുന്ന സമയത്ത് അങ്ങോട്ട് കാണും, അനഘയുണ്ടല്ലോ അവിടെ അല്ലേ. ആക്ച്വലി കാശ്മീർ ഇവിടുന്ന് ഏകദേശം ഒരു 300 കിലോമീറ്റേഴ്സ്. ശ്രീനഗർ അടുത്താണോ? ശ്രീനഗർക്ക് ഏകദേശം 280 അങ്ങനെ എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന്. ഓക്കെ ഓക്കെ. ശരി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. നമുക്ക് അനഘയോട് പിന്നെ ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ റിപ്ലൈ ചെയ്യണ്ട കേട്ടോ. പിന്നെ താങ്ക് യു അനഘ. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ. ഗുഡ് ലക്ക്. താങ്ക് യു. ഓക്കെ.